ഹായ്, എൻ്റെ പേര് സെബിൻ ജോർജ്. ഞാൻ ദർശനയിലെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. +1 +2 മുതൽ ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ലൂർദ് പബ്ലിക് സ്കൂളിലെ ദർശനയുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ എന്നെ സഹായിച്ചത് ദർശനയുടെ എഫക്റ്റീവായ പഠന രീതികളും ക്ലാസ്സുകളുമാണ്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ദർശനയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ നിരവധിയായ എക്സാമുകളും ക്ലാസ്സുകളും ഡൗട്ട് കൗണ്ടേഴ്സും അതിനോടനുബന്ധമായ ഡിസ്കഷൻസും വഴി ഈ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ദർശന എന്നെ വളരെയധികം സഹായിച്ചു. എൻ്റെ ഈ നേട്ടത്തിൽ ആദ്യമായി തന്നെ സർവേശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്ത കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കളെയും ദർശനയിലെയും ലൂർദ് പബ്ലിക് സ്കൂളിലെയും എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്.
ഹായ്, എൻ്റെ പേര് സെബിൻ ജോർജ്. ഞാൻ ദർശനയിലെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. +1 +2 മുതൽ ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ലൂർദ് പബ്ലിക് സ്കൂളിലെ ദർശനയുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ എന്നെ സഹായിച്ചത് ദർശനയുടെ എഫക്റ്റീവായ പഠന രീതികളും ക്ലാസ്സുകളുമാണ്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ദർശനയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ നിരവധിയായ എക്സാമുകളും ക്ലാസ്സുകളും ഡൗട്ട് കൗണ്ടേഴ്സും അതിനോടനുബന്ധമായ ഡിസ്കഷൻസും വഴി ഈ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ദർശന എന്നെ വളരെയധികം സഹായിച്ചു. എൻ്റെ ഈ നേട്ടത്തിൽ ആദ്യമായി തന്നെ സർവേശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്ത കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കളെയും ദർശനയിലെയും ലൂർദ് പബ്ലിക് സ്കൂളിലെയും എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹായ് ഓൾ, വെൽക്കം ടു ടാർഗറ്റ് 360. നിങ്ങൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സാണ് അല്ലേ? നമ്മുടെ എക്സാം ഉടനെ വരികയാണ്, നമ്മൾ അതിനെല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 360 ഔട്ട് ഓഫ് 360 എന്ന് പറയുന്നത് വാങ്ങിക്കാൻ ന്യായമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് 360 ഔട്ട് ഓഫ് 360 ബയോളജിക്ക് വാങ്ങിക്കുന്നത്? അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 720 ഔട്ട് ഓഫ് 720യിലേക്ക് നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എല്ലാവർക്കും അത് പോസിബിളാണ്. ബിക്കോസ് നിങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. യെസ്, ഗുഡ് ഈവനിങ് ടു ഓൾ മൈ ഡിയർ ചിൽഡ്രൻ. യെസ് അക്ഷര, യെസ് അബിയ, യെസ് ആദി, ലക്ഷ്മി. യെസ് ബോട്ടണി സെക്കൻഡ് ഇയർ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൻ്റെ നമ്മൾ ജെനറ്റിക്സ്, ബയോടെക്നോളജി അങ്ങനെയുള്ള മെയിൻ ഏരിയാസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്യാണ്. യെസ് അൻസിയ, ലിജി, യെസ് മെറിൻ, ദേവിക, ഫിസ, ഫിറോസ്, അഞ്ജലി, മേഘ. യെസ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് മക്കളെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ആക്ച്വലി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഇച്ചിരി എന്താ പറയുക, ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഫീലിങ്സ് ആണ്. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ജൂലൈ ബാച്ച് അല്ലേ, ജൂലൈ ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ, യെസ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷനുണ്ട് എനിക്ക്.
ആക്ച്വലി ഐ എം വെരി നിങ്ങളോട് നമ്മളെല്ലാം ടീച്ചേഴ്സെല്ലാം വളരെയേറെ എന്താണ് വളരെ അറ്റാച്ച്ഡ് ആണ്. നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെയും കൂടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോളജി എന്ന് പറയുന്നത് ആവണി സ്നേഹ എല്ലാവർക്കും ബിഗ് ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും പേരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകുന്ന ടെൻഷനൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അല്ലേ. എന്താ ടെൻഷൻ? ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ടെൻഷൻ മീൻസ് എന്താണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാവും റിസൾട്ട് എന്നൊക്കെ തോന്നുന്നത് നാച്ചുറലാണ്, ശരിയല്ലേ? കാരണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചായിരുന്നു, നല്ലതായിട്ട് നമ്മൾ കട്ടയ്ക്ക് പരിശ്രമിക്കുകയായിരുന്നു. ബയോളജിയെ സംബന്ധിച്ച് നമ്മൾ നടത്താത്ത എക്സാംസ് ഇല്ല, എത്രയോ ക്വസ്റ്റ്യൻസ് നുക്ക് ആൻഡ് കോർണർ ഓഫ് NCERT നമ്മൾ അരിച്ച് കലക്കി കുടിച്ചു. എല്ലാ രീതിയിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്? യെസ്, സിദ്ധാർത്ഥൻ, ഹന, ആൻവിൻ, യെസ്. അപ്പോൾ നമ്മളതെല്ലാം എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ മാരത്തോണിൽ നമ്മൾ വീണ്ടും പല പല ക്വസ്റ്റ്യൻസ്, എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ടാർഗറ്റ് 360 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ബോട്ടണിയുടെ അല്ലെങ്കിൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻസിനെയൊക്കെ മറികടക്കണമെങ്കിൽ, കാരണം ഐ ആം ലിറ്റിൽ ബിറ്റ് ടെൻസ്ഡ് ബിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ അറിയാമോ, നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. യെസ്, ഐ എം തിങ്കിങ്. ഞാൻ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സും, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങൾ നമുക്ക് പറയാൻ പറ്റുക യെസ് ഐ ഡിഡ് ഇറ്റ്. നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇതല്ലേ. അപ്പോൾ ടെൻഷനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഇട്ട് കൊടുക്കണം. എന്ത് പറയണം? യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. ഓരോ സെക്കൻഡിലോ പറയണം ഐ ക്യാൻ. നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം യെസ് ഐ ക്യാൻ, യെസ് ആൻവിൻ ഐ വിൽ ടെൽ, യെസ് റൂബൻ ഐ ക്യാൻ, ഐ ക്യാൻ, ഐ ക്യാൻ, റൈറ്റ്? ടെൻഷൻ നമുക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾക്ക് നമ്മളോട് പറയാനുള്ളത് ഐ ക്യാൻ. യെസ്, ഞാൻ വിന്നറാണ്. എക്സാം ഹാൾ എനിക്ക് വിജയം തരും. എക്സാം ഹാളിൽ ഞാൻ നന്നായിട്ട് എക്സാം എഴുതും. യെസ്, നമ്മൾ അതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് കോൺഫിഡൻസ് പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ഇച്ചിരി കോൺഫിഡൻസ് തരാൻ പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. കോൺഫിഡൻസ് യു ജസ്റ്റ് ക്രിയേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. ഞാൻ വിന്നറാണ്, ഞാൻ വിന്നറാണ്. എക്സാം ഹാൾ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വിജയസ്ഥലമാണ് എന്ന് പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ആഴ്ച നമ്മൾ നമ്മളെ തന്നെ ശരിയാക്കിയെടുക്കും. യെസ്, എല്ലാവരും പറഞ്ഞു തുടങ്ങി ഐ എം വെരി ഹാപ്പി ഡിയർ ചിൽഡ്രൻ, മൈ കിഡ്സ്, ലക്ഷ്മി, രേഷ്മ, ആൻസി. യെസ് ശ്രീലക്ഷ്മി, ഐ ക്യാൻ, വി ക്യാൻ ഡു ദിസ് ബിക്കോസ് നമ്മൾ അതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ റെഡിയാണ്. എക്സാം ഹാൾ നിങ്ങൾക്ക് വിജയത്തിൻ്റെ സ്ഥലമാണ്, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ഓക്കെ, അപ്പം നമ്മൾ നിരവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്കറിയാം ബയോടെക്നോളജി ജെനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ഗുഡ്. എല്ലാവരും പറയണം ഐ ക്യാൻ, ഐ എം വെരി ഹാപ്പി. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. യെസ് യെസ് ഐ ക്യാൻ, എല്ലാവരും പറയുകയാണ്. യെസ് ഗാഥ, വി വിൽ റൈറ്റ്. നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ്. സോ നമുക്കത് കിട്ടുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് എല്ലാ ഫ്രണ്ട്സിനെ വിളിച്ച് ക്ലാസ്സിലേക്ക് കയറ്റുക. കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജെനറ്റിക്സ് ബയോടെക്നോളജി ഏരിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അവിടെ കാണുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ കോളം, അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാ രീതിയിലും. ഇന്ന് ഞാൻ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? NCERTയിൽ നമ്മൾ കാണാതെ പോകുന്ന, ചിലപ്പോൾ വായിച്ചിട്ട് കിട്ടാതെ പോകുന്ന, നമുക്കറിയാം NCERT ഒരു മാജിക് ബുക്കാണ്, നമുക്കറിയാം അല്ലേ? യെസ്, എല്ലാവരും പറയണം ഐ ക്യാൻ, ഐ എം വെരി ഹാപ്പി. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഐ ക്യാൻ, ഐ ആം ദ വിന്നർ, ഞാൻ വിജയിയാണ്, എൻ്റെ വിജയസ്ഥലമാണ് ആ എക്സാം ഹാളെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഈ ദിവസങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
ബിക്കോസ് യെസ് നത്തിങ് ഈസ് പോസിബിൾ യെസ് അശോക് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എല്ലാം പ്രിപ്പയർഡാണ്. നമ്മുടെ എക്സാമിനെ കുറിച്ച് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് എത്ര എക്സാംസ് നടത്തി? 200 ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആണെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ 200 എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു? നിങ്ങൾ 3 hours ഫിറ്റാണ്. 3 hours എന്ന എക്സാം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ അവേഴ്സിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ബിക്കോസ് യു ആർ ഹൈ ഫിറ്റ്. നിങ്ങൾ ആ എക്സാം ഹാളിൽ നിങ്ങൾ ഒരു പ്രശ്നമില്ലാതെ എഴുതുന്ന പോലെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡെവലപ്പ് യുവർ കോൺഫിഡൻസ് ബൈ സേയിങ് ഐ ക്യാൻ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. യെസ്, നമുക്ക് നെഗറ്റീവായിട്ടുള്ള ടെൻഷൻസും തോട്ട്സും ഒക്കെ വരും. അതിനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ നിരവധി ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം. നമ്മുടെ എക്സാം ഹാളിൽ ഒരു 10 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും മക്കളെ? എന്ത് പറ്റും? അയ്യോ എന്ത് പറയും? നോമസേ പാടായിരുന്നേ, അയ്യോ ബുദ്ധിമുട്ടായിരുന്നേ, അയ്യോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയേ. യെസ് ഗാഥ. ഓക്കെ, കോൺസെൻട്രേഷൻ പോയ മിസ്സേ എനിക്കത് ഇങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു ക്യാനാണ്, ഇത് കെനോട്ടായിരുന്നു അല്ലേ? അങ്ങനെയുള്ള തെറ്റുകളല്ലേ മക്കളെ വരുത്തുന്നത്. കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ആ ചെറിയ കെയർലെസ് മിസ്റ്റേക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷനായിട്ടാണ് ഇന്ന് ഞാൻ ഇതിനെ എടുത്തിരിക്കുന്നത്. ബയോളജിക്കുള്ള പ്രധാന പ്രശ്നം എന്താ മക്കളെ? നിങ്ങൾക്ക് പറ്റുന്ന കെയർലെസ് മിസ്റ്റേക്കാണ്. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ വരാൻ പോണില്ല. ഈ എക്സാം ഹാളിൽ നിങ്ങൾക്ക് കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഓക്കെ, കേട്ടോ? ഒരു കുഴപ്പമില്ല. ഈ വാക്ക് ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല. ലിസൺ വിത്ത് യുവർ ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണം ഈ എക്സാമിന് നമ്മളെ ഇതുപോലെ കെയർലെസ് മിസ്റ്റേക്ക് പൊട്ടിക്കത്തില്ല, നമ്മളെ തോപ്പിക്കത്തില്ല. അതിനുവേണ്ടിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക. ബിക്കോസ് ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ബയോടെക്നോളജി, ജെനറ്റിക്സ്, അതിൽ ഏത് സെല്ലായിക്കോട്ടെ, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ചില ക്വസ്റ്റ്യൻ, ചില പോയിന്റ്സ് നമുക്കറിയാം. എൻസിആറിലെ ചില സെൻറ്റൻസുകൾ നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയാം, പക്ഷേ സെൻറ്റൻസുകൾ അങ്ങോട്ട് കത്തുന്നില്ല. സെൻറ്റൻസുകൾ എക്സാം ഹാളിൽ കാണുമ്പോൾ ഇതായിരുന്നു അതിൻ്റെ അകത്തുള്ള സെൻറ്റൻസ് എന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ശരിക്കും മടുത്തു പോകുന്ന, എക്സാം ഹാളിലിരുന്ന് നമ്മൾ വിഷമിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിക്കും, ഞാൻ ഇവിടെ വായിക്കും. ബിക്കോസ് ദാറ്റ് മച്ച് യു നോ ദാറ്റ് ഇത് വായിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, നിങ്ങൾ ആൻസർ ചെയ്യണം. ഐ വിൽ റീഡ് ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഓരോ സെൻറ്റൻസും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതും പറയും. ആർ യു റെഡി? യെസ്, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ മിടുക്കരായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. യെസ്, എല്ലാവർക്കും സന്തോഷം. യെസ്, ലക്ഷ്മി, മാളു, അലറ്റ്, ഗായത്രി, യെസ് രഘു, ലിജി, യെസ് അശ്വതി, ഗായത്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർ യു റെഡി? നിങ്ങൾ എപ്പോഴും റെഡിയാണ്, എനിക്കറിയാം നിങ്ങൾ റെഡിയാണ്. യെസ്, സ്നേഹ, ദേവി, ഷിഫ, എപ്പോഴും എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ആൻഡ് വാട്ട്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഞാൻ ഇവിടെ വായിക്കാം, നിങ്ങൾ അവിടെ നോക്കിക്കോ. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? നോ, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് മക്കളെ? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്? വിച്ച് എം ദ ഫോളോയിങ് ആർ കറക്റ്റ്? വിച്ച് എം ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ്? Read the following statement and of the above statement, and read the following statement and answer the question asked next to them. Pick out the wrong statement, find out the wrong statement, find out the incorrect statement, find out the correct statement. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ മക്കളെ ചോദിക്കുന്നത്? എത്രയോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് എന്ന് വായിച്ചിട്ട് താഴോട്ട് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കയറിയിട്ട് ഇൻകറക്റ്റ് പോയി മാച്ച് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോവാണ്. ഓക്കെ, എസ് അദിതി, ജിഷ്ണു, അശ്വതി, ഷെമി, എസ് അദിതി, എസ് ജിഷ്ണു, സിദ്ധാർത്ഥൻ, എൽഷുബ, എസ് ശ്രേയ. Okay. They read the statement. Awareness in the area of molecular genetics, structural biology, and bioinformatics have enriched our understanding of the molecular basis of evolution. Is it correct one? First statement correct ആണോ എന്ന് കണ്ടുപിടിക്കുക. Take your NCERT and use your textbook and read your textbook and use നിങ്ങൾ പഠിച്ചേ. ആരെങ്കിലും ഒക്കെ ഇത് കിട്ടുന്നില്ല എങ്കിൽ ചെയ്ത് പഠിച്ചേ. ബിക്കോസ് ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്താലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. ജെയിംസ് ഡ്യൂവി വാട്സൺ വാസ് ബോൺ ഇൻ ചിക്കാഗോ ഓൺ 6 April 1928. എന്താ തോന്നുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്? NCERT കണ്ടിട്ടുണ്ടോ ഈ സ്റ്റേറ്റ്മെൻറ്റ്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? കമൻറ്റ് ചെയ്തേ.
Yes, James Dewey Watson was born in Chicago on 6 April 1928. Watson received his PhD degree in 1950 on a study of the effect of hard X-rays on bacteriophage multiplication. Yes, next, D. X-ray diffraction, polypeptides and proteins by Crick. Next, E. Watson and Crick got the Lasker Award in 1960. These are the 5 statements. ഈ 5 സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര എണ്ണം കറക്റ്റാണ്? ക്വസ്റ്റ്യൻ അഗെയിൻ വായിക്കണം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? അഗെയിൻ വായിക്കണം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? ഈ 5 സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര എണ്ണം കറക്റ്റ് ഉണ്ട് മക്കളെ? പറഞ്ഞേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് വായിച്ചിട്ട് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. വിച്ച് വൺ ഈസ് കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക. ആൻസർ. യെസ്, എല്ലാവരും പറഞ്ഞു. യെസ് ലക്ഷ്മി, ആവണി, നിത്യ, പറഞ്ഞോ. യെസ് ഏഞ്ചൽ, യെസ് ലക്ഷ്മി, പോരട്ടെ. യെസ് നിത്യ, യെസ് ജുബിന, ആൻസർ പോരട്ടെ. യെസ് ദേവി, എൽഷുബ, യെസ് awareness in the area of molecular genetics, structural biology and bioinformatics. What's answer? Porite answer. Yes, what's answer മക്കളെ? പോരട്ടെ. Yes, ജയശ്രീക്ക് 3 ആണ്. ദെൻ യെസ് ജാസ്മിന് 3 ആണ്. അശ്വതിക്ക് 3 ആണ്. യെസ് 3. സിദ്ധാർത്ഥന് 3 ആണ്. വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? അപ്പോൾ നിങ്ങൾ പറ, ഏതാണ് ഇൻകറക്റ്റ്? 3 ആണ് മിക്കവാറും പറയുന്നത്. ഏതാണ് അപ്പോൾ ഇൻകറക്റ്റ്? വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? പറഞ്ഞ മക്കളെ. യെസ് ഗാഥ, ടോട്ടൽ 3 ആണ് കറക്റ്റ്. വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? ഗാഥ, ഏതാണ് ഇൻകറക്റ്റ്? യെസ് ഗൗരി, യെസ് നിത്യ, വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? യെസ് പൂജ, യെസ് ജിഷ്ണു, ദേവി. എല്ലാവരും 3യിലാണ് പിടിച്ചിരിക്കുന്നത്. മക്കളെ തെറ്റിപ്പോവാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ. യെസ് മക്കളെ, നിങ്ങൾ NCERT എടുക്കുക. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. മക്കളെ തെറ്റുന്നുണ്ട്. റീഡ് യുവർ NCERT thoroughly. ഡാനിഷ, മറിയാമ്മ, യെസ് അനു, പ്ലീസ് റീഡ് യുവർ NCERT മക്കളെ, നിങ്ങൾക്ക് പറ്റും. ദേവി, അംബിക, വിച്ച് വൺ? No. Please read your NCERT. Yes, Lakshmi. Yes, Grace. Aditya. Yes, I'm very happy. Yes, makale happy. Yes, Grace. അഞ്ച് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ പറഞ്ഞു എന്ന് കാണുമ്പോൾ എനിക്ക് വെരി ഹാപ്പി. പക്ഷേ മക്കളെ NCERT നന്നായിട്ട് വായിക്കണത്, ഇതെല്ലാം ശരിയാണ്. മക്കളെ ഇത് മുഴുവൻ ശരിയാണ് കേട്ടോ. റീഡ് യുവർ NCERT. നിങ്ങൾ ആ ബയോഗ്രഫി എഴുതിയിരിക്കുന്ന സ്ഥലം നന്നായിട്ട് വായിക്കണേ. ഓപ്ഷൻ 4 is മേഘ, ഏഞ്ചൽ, ജുബിന. വെരി നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, ബട്ട് കെയർലെസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ നിങ്ങളെ പറയുകയല്ല. പക്ഷേ യെസ് പ്രിൻസ് ആൻഡ് പ്ലസ് മക്കളെ ചുവടെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് മുഴുവൻ എടുത്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനാണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫൈനൽ പോളിഷിംഗ് ആണ്. ഈ പോളിഷിംഗ് ആണ് നമ്മുടെ എൻട്രൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ തെറ്റിച്ച് കളയുന്നത്. ദേവി, പ്ലീസ് ടേക്ക് യുവർ NCERT ആൻഡ് റീഡ്സ് ഇൻ ദാറ്റ് ഏരിയ. ഓക്കെ, വാട്ട്സ് ആൻസർ? യെസ്, blank eye. Okay, that's not. Abhina, what happened? Did you get the answer? Okay, now it is okay, right? യെസ് മക്കളെ, എല്ലാവരും ആക്റ്റീവ് ക്ലിയർ ആണോ? നമ്മൾ എത്രത്തോളം പഠിക്കണമെന്ന്? ദെൻ ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സ്റേ ഡിഫ്രാക്ഷൻ, പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻ ആർ എഴുതിയത്? ക്രിക്ക്. പഠിച്ചോണം. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ ദ എൻട്രൻസ്. വാട്സൺ ക്രിക്ക് ഗോട്ട് ലാസ്കർ അവാർഡ്. നോബൽ പ്രൈസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇത് ലാസ്കർ അവാർഡ് ഇൻ 1960 NCERT-ലുള്ളതാ. റീഡ് ഇറ്റ് thoroughly. യെസ് ഐശ്വര്യ. How was the question മക്കളെ? How was the question? Yes മക്കളെ. ബീന, പ്ലീസ് റീഡ് യുവർ NCERT. യെസ്, അങ്ങനെ തെറ്റിക്കുക. നമ്മൾ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചിട്ട് ഇതാണ് കറക്റ്റ് എന്ന് വിചാരിക്കുക. അതൊരു പ്രശ്നമാണ്. ബയോളജിയുടെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഒരു ക്വസ്റ്റ്യനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആൻസർ തെറ്റല്ല, ശരിയാ. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയാലും ശരിയാ, കീ വന്നാലും ശരിയാ. NCERT വായിക്കുമ്പോൾ അയ്യോ ഇതായിരുന്നു. ദ സെയിം തിങ് അഗെയിൻ. നിങ്ങൾ അത് ഓർക്കണം. വെരി ഗുഡ് ദേവി. യെസ്, ഇത് ലാസ്കർ പ്രൈസ് മക്കളെ 1960. റീഡ് NCERT thoroughly. യെസ്,
യെസ് യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. യെസ് ഗ്രേസ്, ഇങ്ങനെയുള്ള 30 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് വാച്ച് ചെയ്തു. യെസ് ഗ്രേസ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു, റൈറ്റ്, ബ്രില്യൻറ്റ്, ഓക്കെ, ദാറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ടീന ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. കാരണം NCERT നിന്ന് എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യം കണ്ടാൽ ഇങ്ങനെ തന്നെയാണ്. യെസ് ടീന, ലക്ഷ്മി, യെസ് യെസ് യെസ്, ഓക്കെ നിഹാൽ, ട്രിക്കി ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ്. ഇത് തന്നെയാണ് നമ്മൾ എക്സാം ഹാളിൽ വെച്ച് ചെയ്യാൻ പോകണം കേട്ടോ. യെസ് ജിഷ്ണു. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഓരോ നിങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യേണ്ട ഇതിലെ ഓരോന്നും ക്വസ്റ്റ്യനാണ് കേട്ടോ. അങ്ങനെയും കൂടെ പഠിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്തിട്ട് ഓരോന്നും ക്വസ്റ്റ്യൻ ആയിട്ടും കൂടെ പഠിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ? ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ്? നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ക്ലാസ്സിലേക്ക് ഇരുത്തുക. ബിക്കോസ് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനി ഈ ദിവസങ്ങൾ ഇതിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഹ്യൂമൻ ന്യൂസ്, ഞാൻ ഇവിടെ വായിക്കുകയാണ്, നിങ്ങളിവിടെ വായിച്ചോണം. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. Human knew from as early as 8000 to 1000 BC that one of the cause of the variation was hidden in sexual reproduction. Mendel conducted such artificial pollination or cross-pollination experiment using several true breeding peer lines. Genes contain the information that is required to express a particular trait in an organism. Option 4. British geneticist Reginald C. Punnett developed a graphical representation to calculate the probability of possible genotypes of offsprings in a genetic cross. These are the four statements. These are the 4 statements. Okay? ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ പോക്കെ മക്കളെ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ പോയിട്ട് ഏതാണ് തെറ്റിയത്? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. എല്ലാവരും ഒരുമാതിരി യെസ് പോരുന്നുണ്ട്. പോരട്ടെ. ആരെങ്കിലും പറയാതിരിക്കുന്നുണ്ടോ? യെസ്, നൈസ് ക്വസ്റ്റ്യൻ. ദേവികയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. വാട്ട് വാസ് ദ ട്രിക്കി സ്റ്റേറ്റ്മെന്റ് ഇൻ ദാറ്റ്? ഏതായിരുന്നു ദേവിക? അല്ലെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ, ഏതായിരുന്നു തെറ്റായിട്ടുള്ളത്? വിച്ച് വൺ? പ്യുവർ ലൈൻസ്. നോട്ട് ഏഞ്ചൽ, ദാറ്റ് ഈസ് നോട്ട് പ്യുവർ ലൈൻ അല്ല. 2 ആണ് ആൻസർ. ആ 2ൽ ഏതാണ് തെറ്റ്? NCERTലെ സെന്റൻസ് പറയാമോ? യെസ് ജിഷ്ണു. യെസ്, നോട്ട് പ്യുവർ. നോ ഷിഫ. വാട്ട് വാസ്? ആർക്ക് പറയാം? അത് ആർക്ക് പറയാം മക്കളെ? പറഞ്ഞേ. പ്യുവർ ലൈൻ ഇൻ പീ പ്ലാന്റ്. യെസ് ദേവി അംബിക, കറക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് പിയർ, ഇറ്റ് ഈസ് പി. എക്സാം ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് തെറ്റും. എന്താ തെറ്റുന്നേ? നമ്മൾ ഒരിക്കലും ഈ 6 കാണത്തേ ഇല്ല. പിയർ, ഇറ്റ്സ് എ പി, ഇറ്റ്സ് നോട്ട് പിയർ, ഇറ്റ് ഈസ് പി. ഇറ്റ് ഈസ് പി മക്കളെ. ഓ, എൻ്റെ പി ഇങ്ങനെ ആയിപ്പോയി. റൈറ്റ്, ഇറ്റ്സ് പി. ഇറ്റ്സ് പ്യുവർ പ്യുവർ ലൈൻസ് പീ പ്ലാന്റ് കേട്ടോ. പിയർ അല്ല, പി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ സ്വയം ചിരിക്കുന്നില്ലേ? ഓ ശരിയാ, ഞാൻ എക്സാം ഹാളിൽ ഇങ്ങനെ തെറ്റിക്കാറുണ്ട്. ദിസ് ഇസ് നോൺ, ഇതാണ് നമ്മളെ കെയർലെസ് മിസ്റ്റേക്ക് എന്ന് പറയും. എക്സാം ഹാളിലെ ടെൻഷനോടെ വന്നിട്ട് ആകെ തെറ്റിക്കും. പ്യുവർ ഇൻ പീ പ്ലാന്റ്സ്. ഓക്കെ മക്കളെ, ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഇവിടെ പോകാറില്ലേ? പറ, നിങ്ങൾ തന്നെ പറ. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? യേസ് അശോക്, യേസ് ആവണി, മാളു, യേസ് ഗുഡ്, യേസ് അക്ഷര, യേസ് ലക്ഷ്മി, വെരി ഗുഡ്. ഇനിയും ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. കിടു ക്വസ്റ്റ്യൻ ആയിരുന്നു. യേസ് ആഷ്ലിൻ. നോക്കിയേ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. പറയാവോ? ദിസ് വൺ വാസ് ദ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആരായിരുന്നു ചോദിച്ചതാ? പുന്നറ്റ് ആരായിരുന്നെന്ന് ചോദിച്ചതല്ലേ? യെസ്, ചോദിച്ചതാ. ദാറ്റ് ഈസ് ജെനറ്റിസിസ്റ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ബയോളജി ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ യെസ് അശോക്, ഡോക്ടർ അശോക്, യെസ്, ഇഷ്ടപ്പെട്ടു, സൂപ്പർ, റൈറ്റ്. ഓക്കെ. ഇങ്ങനെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസിനെ ഇതുപോലെ NCERT, ദിസ് ഈസ് ദ പാറ്റേൺ. യു ഹാവ് ടു ബി പ്രിപ്പയർ ദീസ് ഡേയ്സ്. യു ആർ ദ വിന്നർ. നിങ്ങൾ വിന്നറാ മക്കളെ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് പഠിക്കണം. ദാറ്റ് ഈസ് റീഡിങ്. ഇങ്ങനെ ഈ ദിവസങ്ങൾ എങ്ങനെ വായിക്കണമെന്ന് ചോദിച്ചില്ലേ? അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. ആൻഡ് റെജിനാൾഡ് സി പുന്നറ്റ്, നമുക്കറിയാം ആ ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് പുന്നറ്റ് സ്കോറൊക്കെ എല്ലാവരും എഴുതും അല്ലേ? പക്ഷെ നിങ്ങൾ ഓരോന്നും വായിക്കണം, റൈറ്റ്? മൈക്രോസ്കോപ്പിക് റീഡിങ്. യെസ് ലിജി, യു ലൈക്ക് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, ഗുഡ്. ഹ്യൂമൻ ന്യൂ ഫ്രം ആസ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിനൊരു 0 അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിട്ടിട്ട് ചോദിക്കുക അല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാം ഹാളിൽ ഇരുന്ന് 1000 ആണോ 100 ആണോ? ഒരു കുട്ടി എന്നോട് ചിലപ്പോൾ നിങ്ങളൊന്നും അങ്ങനെയല്ല
ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന അരമണിക്കൂർ കഴിഞ്ഞാൽ അതുപോലെ ടെൻഷൻ അടിക്കും എക്സാം ഹാളിൽ. നിങ്ങൾ അങ്ങനെയല്ല, യു ആർ ഹൈലി ഓക്കെ, യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, യു ആർ ഫിറ്റ് ഫോർ ദ എക്സാം. കേട്ടോ? യെസ് ജിഷ്ണു, സൂപ്പർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഗുഡ്, ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ടീച്ചറല്ലേ. സോ യു മേക്ക് മീ ബ്രില്യൻറ്റ്, റൈറ്റ്? യെസ്, ഓഫ് കോഴ്സ്. ബിക്കോസ് അങ്ങനെയാണല്ലോ ഒരു ടീച്ചറിനെ ടീച്ചറാക്കുന്നത് ആരാണ്? പറ, കമൻറ്റ്. സ്റ്റുഡൻസ് അല്ലേ? റെജിനാൽ മാറ്റി വേറെ ഓപ്ഷൻ ചോദിക്കാം. പിന്നെ പിള്ളേർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾ എത്രയോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? യെസ്, ദാറ്റ്സ് ഗുഡ്. ആൻഡ് ജീൻ കണ്ടെയ്ൻ ഇൻഫർമേഷൻ. അങ്ങനെ ഇത് ഓരോന്നും നമ്മുടെ ക്വസ്റ്റ്യൻ ആണെന്ന് ചിന്തിച്ചു വേണം ഓരോ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കാൻ. വെരി ഗുഡ് ഡോക്ടർ അശോക്. ഇൻസ്റ്റെഡ് ഓഫ് സെക്ഷൽ ദേ ക്യാൻ ബി എസെക്ഷൽ എന്ന് കൊടുത്താൽ പണി മാറിയില്ല. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. നമ്മൾ ചിലപ്പം വായിക്കത്തില്ല ഈ സെൻറ്റൻസ് എൻസിആർടി കണ്ടതുകൊണ്ട്. യെസ്, സ്റ്റുഡൻസ് ആർ മൈ ഹീറോ, റൈറ്റ്? ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. ഔ ടീച്ചേഴ്സ് എല്ലാവരുടെയും കേട്ടോ, എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഉറപ്പായിട്ട്. ഓക്കെ, യെസ് NCB മേഘ. ഓക്കെ, താങ്ക് യു. യെസ് ജിഷ്ണു, ആവണി. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന ഒരു ജസ്റ്റ് നല്ല പണിയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് വായിക്കുന്നതിലൊന്ന് വായിച്ചോ, ഞാനിവിടെ വായിക്കാം. വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? ഫൈൻഡ് ഔട്ട്. കേട്ടോ, ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1. The modified allele could be responsible for the production of only the normal or less the question is like that. The modified allele could be responsible for the production of the normal or less efficient enzyme and no enzyme. Yes. Second option, the unmodified allele which represent the original phenotype is the dominant allele and the modified allele is generally the recessive allele. Okay. Then third statement, the inheritance of flower color in the dog flower is a good example to understand incomplete dominance. Yes. Fourth one, the plasma membrane of the red blood cells has sugar polymer that protrude from its surface and the kind of sugar is controlled by the phenotypes. Find out. മക്കൾ ഇതിൻ്റെ അകത്ത് ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കണ്ടുപിടിച്ചേ. നിങ്ങൾക്ക് ഞാൻ വിട്ടു തരിക, കണ്ടുപിടിച്ചേ. ടേക്ക് യുവർ NCERT എടുക്കുക, എടുത്തിട്ട് നോക്കു മക്കളെ, പെട്ടെന്ന് നോക്കിയേ. യെസ് ഓക്കെ, പോരട്ടെ. ഞാനിപ്പോൾ ആൻസർ പറയത്തില്ല, പറയുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഹാപ്പി, വെരി ഹാപ്പി, വെരി ഹാപ്പി. ഞാൻ സന്തോഷത്തിലാണ് നിങ്ങളുടെ ആൻസർ കണ്ടിട്ട്. വെരി ഹാപ്പി. വാട്ട് ഈസ് ദ റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ഏതാ? മാലു, മേഘ, ആശ്ലിൻ, ദേവി എല്ലാവരും. എനിക്ക് സന്തോഷമായ മക്കളെ. യെസ്. ആൻഡ് എന്താണ് അതിൻ്റെ അകത്ത് തെറ്റ്? യെസ് ദേവിക, ഇബ്രഹാം, യെസ് റോഷ്മി, അലറ്റ്, Tina, Devika, Uttara, yes, Elishuba. What is the wrong in that statement? Elishuba, what's the wrong in that statement? Parne. Yes, Ashok, that is the answer. Very happy. Controlled by phenotypes, alla controlled by gene. Controlled by gene. Yes, Devi, yes, Angel, ellavarum edukkananu. ഞാൻ നിങ്ങളുടെ പേരെല്ലാം കണ്ടു. Very happy. എല്ലാവരും ആൻസർ പറഞ്ഞു. That's good. Yes, Deshmiya, yes, Siddharthan, Devi, Ruben, very good. Nihal, yes, Lakshmi, very good. What's the answer? It's not phenotype, it is gene. അപ്പോൾ ശ്രദ്ധിച്ച് NCERT വായിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം. The modified allele could be responsible for the production of the normal. ആ പോയിന്റ് എല്ലാവർക്കും അറിയാമല്ലോ. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? മോഡിഫൈഡ് അലീൽ, നോർമൽ ഓർ ലെസ് എഫിഷ്യൻ എൻസൈം ആൻഡ് നോൺ ഫങ്ഷണൽ എൻസൈം ആൻഡ് നോ എൻസൈം അറ്റ് ഓൾ. അപ്പോൾ ഒള്ളി എന്നിവിടെ ചേർത്തിരുന്നെങ്കിലോ? ഒള്ളി എന്ന് ചേർത്തിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി റോങ് ആയി പോനെ. പക്ഷേ ഇവിടെ ഒള്ളി നമ്മൾ എഴുതിയിട്ടില്ല. ദാറ്റ് ഇസ് നോട്ട് ദെയർ, ദെയർഫോർ ദാറ്റ് ഇസ് നോട്ട് ദ ആൻസർ. അൺമോഡിഫൈഡ് അല്ലീലായിരുന്നു എന്ത്? ഒറിജിനൽ ഫിനോടൈപ്പ്. ദാറ്റ് ഈസ് കോൾഡ് ഡോമിനൻറ്റ്. യെസ് ആദി, യെസ് ഹുദ്ര. ഓക്കെ, ഡു യു ഗെറ്റ്? വെരി ഗുഡ്. യെസ് സ്വാതി, യെസ് ആഷ്ലിൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ദ പ്ലാസ്മ മെംബ്രേൻ ഓഫ് ദ റെഡ് ബ്ലഡ് സെൽ ഹാസ് ഷുഗർ പോളിമർ. ഈ പോയിന്റ് എല്ലാം നമുക്കറിയാം. And inheritance of flower color in the dog flower, that is snapdragon, that is Angelina majus, and also 4 o'clock plant, that is Mirabilis jalapo. ഒന്ന് ഓർത്ത് നോക്കിയോ, ഒരു വഴിക്ക് പോവല്ലേ? ഏതിലൊരു പോയിന്റ് കണ്ട ഈ ദിവസങ്ങളെല്ലാം മാക്സിമം ഓർത്തോണം കേട്ടോ. ഈ ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ബയോളജി എങ്ങനെ ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ്റെ ഓരോ ഓപ്ഷൻ കണ്ട മാക്സിമം റീകളക്ട് യു ക്യാൻ. യേസ് ആദി, യേസ് ദേവി, യേസ് ശ്രീലക്ഷ്മി. ഓക്കെ, അങ്ങനെ ഈ ദിവസങ്ങളിൽ മിടുക്കരായിട്ട് ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യണം. വെരി ഗുഡ്. യെസ് ഏഞ്ചൽ, വാസ് ഇറ്റ് ഓക്കെ? ആർ ഫൈൻ? അപ്പോൾ നിങ്ങൾ NCERT വായിക്കുന്നില്ലേ? ആർ യു ഓക്കെ?
Yes, double okay. Yes, angel. Yes, good, good. Okay. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും നിങ്ങൾ ചിന്തിക്കണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, എസ് ലക്ഷ്മി ആൻഡ് കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ചിന്തിക്കും. ഓക്കെ ലക്ഷ്മി, ജാസ്മിൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ്, റീഡ് ഇറ്റ്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ റോങ്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. Question A, statement A. Mendel published his work on inheritance of characters in 1865. ഇഷ്ടപ്പെട്ടു? ക്വസ്റ്റ്യനെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്? യെസ്, മിടുക്കരായിട്ട് പഞ്ചോടെ ഇരുന്ന് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, യെസ്. ബയോളജി 360 ഔട്ട് ഓഫ് 360 എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിക്കും. ആൻഡ് വിൽ ഗെറ്റ് 720 ഔട്ട് ഓഫ് 720, അല്ലേ? യെസ്. വൈ ഷോ? Mendel published his work on inheritance of characters in 1865. In 1900, 3 scientists, De Vries, Correns and von Teschmark, independently rediscovered Mendel's result on the inheritance of characters. Yes. C. By 1902, the chromosome movement during meiosis had been worked out. Watson, workout. Then D. Watson with Crick got Nobel Prize in 1962. E. Watson with Crick got Research Corporation Prize in 1962. നിങ്ങൾക്ക് ഞാൻ വിട്ടിരിക്കുന്നു. ഏതോ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ഉണ്ടോ അല്ലെങ്കിൽ എല്ലാം കറക്റ്റാണോ, ഏതാണ് തെറ്റ് പറഞ്ഞ് കണ്ടുപിടി പെട്ടെന്ന് പ്ലീസ്. ആൻഡ് ഇത് ഓരോന്നും ക്വസ്റ്റ്യൻ ആണെന്നും കൂടെ നിങ്ങൾ ചിന്തിച്ചു. ഇത് ഓരോന്നും ക്വസ്റ്റ്യനാണ്. പ്ലീസ് ഫൈൻഡ് ഔട്ട്. Yes, waiting for your answer. Very good, dear children. യെസ്, രശ്മി ആൻസർ പറയുന്നു. പിന്നെ ആരൊക്കെ പറയുന്നുണ്ട്? നയന പറയുന്നു. ശരിയാണോ നോക്കണം. ശരിയാണോ? ഗ്രേസ് പറയുന്നു. യെസ്. ജാസ്മിൻ. യെസ്. ആൻസി. യെസ്. റോഷ്മി. ഞാൻ സന്തോഷമാണ്, കാരണം നിങ്ങൾ NCERT വായിക്കുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. 0 ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാകുമ്പോൾ എന്ത് വരും? 0 ഈസ് ദ റോങ്. അപ്പോൾ വീണ്ടും നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം വായിച്ചിട്ട് നമ്മൾ കറക്റ്റാണെന്ന് ഓർത്തിട്ട് പോയി ഒന്നാമത് കിടക്കുന്ന 5 ABCDE 5 വന്നപ്പോൾ ഇത് നമ്മൾ പോയി ബബിൾ ചെയ്യരുത്. അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചതിന് ശേഷം ഒന്നും കൂടെ ക്വസ്റ്റ്യനിൽ പോയി നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് തന്നെ ആണോ എന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം. റെസ്പെക്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയണം ഐ ആം ഓക്കെ, ഇറ്റ് വിൽ ബി ഓക്കെ, ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് ശരിയാകും, ഇറ്റ്സ് ഓക്കെ ഫോർ മീ. കൂൾ ഡൗൺ. നിങ്ങളെ തന്നെ ചിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കണം എക്സാം ഹാളിൽ. ദിസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽ യുവർ സെൽഫ്. എക്സാം ഹാളിൽ നമ്മളെ തന്നെ എക്സാം ഹാളിലേക്ക് കയറ്റിവിടും ബാക്കി എല്ലാവരും ചേർന്ന്. ബട്ട് യു ആർ ഇൻ ദ എക്സാം ഹാൾ. വളരെ ഹാപ്പി ആയിട്ട് പോയിരുന്ന് നിങ്ങളെ തന്നെ യെസ് കൂൾ ചെയ്യിച്ച വളരെ ഹാപ്പി ആയിട്ട് ദൈവത്തിൻ്റെ കരം അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് എക്സാം എഴുതിക്കോ. ഓക്കെ, വെരി ഗുഡ്. ആദിത്യ, ലിജി, ആഷ്ലി എല്ലാവരും 0 ആണ്. കറക്റ്റ്, വെരി ഗുഡ്. യെസ്, മെൻഡൽ. അപ്പോൾ ഇത് എല്ലാം ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ? Mendel published his work on inheritance of characters in which year? The question is like that. What's the answer? 1865. Yes, actually. Yes, Nancy. And in 1900, 3 scientists, ഏതൊക്കെ സയൻറ്റിസ്റ്റ് ആണ് മെൻഡലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്തെന്ന് ചോദിച്ചു. ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ് ആൻഡ് വോൺ ടെഷ്മാർക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വീണ്ടും 19 ആരാണ് ക്രോമസോമൽ മൂവ്മെൻറ്റ്? ഏത് വർഷം? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ക്രോമസോമൽ മൂവ്മെൻറ്റ് ഡ്യൂറിങ് മെയോസിസ് ഹാഡ് ബീൻ വർക്ക്ഡ് ഔട്ട് ഇൻ വിച്ച് ഇയർ എന്ന ക്വസ്റ്റ്യൻ. വാട്ട്സ് ആൻസർ? 1902. പക്ഷെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ഇയർ? 1902. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ വരണമോ, ഇത് 1902 ആണോ, അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ NCERT തറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, NCERTയിൽ നമ്മൾ ഇതുപോലുള്ള ആൻസേഴ്സ് അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇത് നോക്കി തുടങ്ങിക്കാണ്. നിങ്ങളെല്ലാവരും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ലേ? 1962, റൈറ്റ്? നോബൽ പ്രൈസ് 1962 ആണെന്ന് നമുക്കറിയാം. ആൻഡ് വാട്സൺ വിത്ത് ക്രിക്ക് ഗോട്ട് റിസർച്ച് കോർപ്പറേഷൻ പ്രൈസ് ഇൻ ഓൾസോ ഇൻ 1962. അപ്പോൾ ദർ ഈസ് നോ ഇൻകറക്റ്റ്. ഓക്കെ, അറിയോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ? നിങ്ങൾ കുറച്ച് റീകളക്ട് ചെയ്തില്ലേ? ഇയറൊക്കെ റീകളക്ട് ചെയ്തില്ലേ? ഏസ് ഒന്നോ? നമ്മുടെ ആ ചാപ്റ്ററിലുള്ള ഇയർ മുഴുവനുണ്ട് ഇവിടെ. ആ ചാപ്റ്ററിലുള്ള ഇയർ മുഴുവൻ നിൻ്റെ അകത്തുണ്ട്, റൈറ്റ്? യെസ്. ആർ യു ഓക്കെ?
ഓക്കെ മക്കളെ, is Ashok, Sutton and Bovary, correct. എല്ലാവരും ഓക്കെ അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആൻഡ് വാട്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, എല്ലാവരും ഓക്കെ ആണ്? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? റീഡ് ഇറ്റ്. നിങ്ങളുടെ എക്സാം ഹാളാണിത്. ഈ എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. റീഡ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. I will read the question. Then the statement 1, the gene with white and yellow were very tightly linked and showed only 1.3% recombination, while white and miniature wing showed 37.2% recombination. Yes. And then 2, Alfred Strathaven used the frequency of recombination between gene pairs on the same chromosome as a measure of the distance between the genes and marked their position on the chromosome. And third one, parental combination of W and M is 62.8%. And fourth one, besides the involvement of multiple genes, polygenic inheritance also takes into account the influence of environment. Please find out the answer. What's the question? True. True etranam. How many are true? Etranam. How many of the following statement is or are true? Kandupidiche pettannu. Yes, Megha? Megha? Yes, Ruben? Grace? Grace? Ashwati? Yes, Ruba. Yes, Ashlyn. Yes, Liji. Nayana. Yes, Malu. Fissa. Anjana. Nitya. Ansi. Yes, Devi. Yes, Ashley. മക്കളെ ഒന്ന് വായിച്ച് എനിച്ചായിട്ട് വായിച്ച് ഏതാ തെറ്റായി പോയ സ്റ്റേറ്റ്മെൻറ്റ്? ആദ്യം ആൻസർ പറഞ്ഞ ഗ്രേസ് ആണ്. ഗ്രേസ് പറഞ്ഞു, ലിജി പറഞ്ഞു, ദേവിക, യെസ് ഉത്തര, യെസ് നയന. റീഡ് ഇറ്റ് വൺസ് മോർ. ഏതാ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നത് മക്കളെ? ഏഞ്ചൽ. ഏതാ തെറ്റായിട്ട് തോന്നുന്നത്? യെസ് ബീന. വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? യെസ് ഗൗരി. എല്ലാം കറക്റ്റാണ് മക്കളെ. എൻസിആർടി വായിക്കണം. ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് വെച്ച് വായിക്കണം. നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് തോന്നിയെന്ന് പറഞ്ഞ് എനിക്കൊന്ന് ഷെയർ ചെയ്തേ. വിച്ച് വൺ യു ഫീൽ റോങ്? അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് വായിക്കുമ്പോഴാണ് തെറ്റായിട്ട് തോന്നിയത്? ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ 4 ആർ കറക്റ്റ്. 4 ആർ കറക്റ്റ് ആൻഡ് ഓപ്ഷൻ 3. അപ്പോൾ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ 3, 4 ആർ കറക്റ്റ്. യാ, ഓക്കെ, വെരി ഗുഡ്. യെസ് അശോക്, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മക്കളെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ജീൻസ് വൈറ്റ് ആൻഡ് യെല്ലോ വെയർ ടൈറ്റ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോഡ് ഓൺലി 1.3% റീകോമ്പിനേഷൻ. അപ്പോൾ YW തമ്മിലുള്ള റീകോമ്പിനേഷൻ എത്രയാണ്? 1.3%. ആൻഡ് WM തമ്മിൽ 37.2%. യെസ്. അപ്പോൾ അത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്തോ. ഇത് രണ്ടും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ ആൽഫ്രഡ് സ്റ്റട്ടേവൻ അത് ഒരു തവണ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും ആൻസർ ഇതും ഒരു തവണ ചോദിച്ചത്. ഓക്കെ, നോക്കി, ഇത് ഓരോന്നും ക്വസ്റ്റ്യനുമാണ്. ആൻഡ് വാട്ട് ഈസ് എ പാരന്റൽ കോമ്പിനേഷൻ ഓഫ് W and M എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് വാസ് ദ ആൻസർ? 62.8. ഇത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യനും കൂടാണ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്തുനിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനകത്തും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അങ്ങനെ ഓപ്ഷൻ 4 റോങ് ആയിട്ട് തോന്നി അല്ലേ? അത് നമ്മൾ, എനിക്ക് തോന്നുന്നല്ലേ, നിങ്ങൾ മിക്കവരും NCERT-ക്കകത്ത് അത്ര ഡീപ്പായിട്ട് ഈ സെൻറ്റൻസ് വായിച്ചിട്ടുണ്ടോ? ചിലവർ വായിച്ചിട്ടുണ്ടാവുന്നില്ല, ചിലവർ വായിച്ചിട്ടുണ്ടാവും, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സംശയമില്ല. പക്ഷെ നമുക്കപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇത് ബിസൈഡ്സ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ ജീൻസ് പോളിജനിക് ഇൻഹെറിറ്റൻസ് ഓൾസോ ടേക്സ് ഇൻടു അക്കൗണ്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവിറോൺമെൻറ്റ്. ഇതുണ്ടോ NCERT-യിൽ? അതിലെവിടെയോ തെറ്റില്ലേ? റൈറ്റ്? ഓക്കെ, അങ്ങനെ നമുക്ക് തോന്നത്തില്ലേ മക്കളെ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഇപ്പം ഞാൻ ക്ഷീണിച്ചില്ലേ സ്റ്റേറ്റ്മെൻറ്റിലെ? ഇത്ര സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ ക്ഷീണോ? നിങ്ങളോ എക്സാം ഹാളിലോ? യെസ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വളരെ ബൂസ്റ്റായിട്ട് വേണം എക്സാം ഹാളിലിരിക്കാൻ. എന്ന് വെച്ചാൽ ബൂസ്റ്റും കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. യു ആർ ദ ബൂസ്റ്റ് ഓഫ് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ മിടുക്കരായിട്ട് യെസ് നമ്മൾ എക്സാം ഹാളിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര എണ്ണമാണ് ട്രൂ എന്ന് പറയുന്നത്? 4 ട്രൂ ആണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സെലക്ട് ഇൻകറക്റ്റ് റിലേറ്റഡ് ടു പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പിയെ കുറിച്ച് ഇൻകറക്റ്റ്. പ്ലിയോട്രോപ്പിസ് യു നോ ദാറ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ചോദിച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിലേറ്റഡ് ടു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? പെട്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാവുന്നില്ലല്ലോ. ദാറ്റ് ഈസ് ദ ട്രിക്കി നേച്ചർ ഇൻ ദ എൻസൈഡ്. എൻസൈഡിൽ അങ്ങനെ വളരെ ട്രിക്കി ആയിട്ടുള്ള നേച്ചറാണുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. എ സിംഗിൾ ജീൻ ക്യാൻ എക്സിബിറ്റ്. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ എന്തിനാ? നമുക്ക് ഫൈനൽ സീറ്റ് വേണം. അപ്പോൾ ഈ സീറ്റ് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. എല്ലാവരും ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് നോ ബെനിഫിറ്റ് അറ്റ് ഓൾ. ബിക്കോസ് നമ്മൾ ഇത്രയും നാൾ ഓടിയ ഓട്ടത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കിട്ടിയില്ലെങ്കിൽ പോയില്ലേ? സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് വളരെ ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ആ 3 hours കോൺസെൻട്രേഷൻ പവർ നിങ്ങൾക്ക് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മൾ പഠിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും. എത്രയും വേണേലും കഷ്ടപ്പെട്ട് പഠിക്കാനും ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എക്സാം എഴുതുമ്പോൾ നമ്മൾ എത്രത്തോളം എക്സാം എഴുതുമ്പോൾ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണ് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ കൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫിറ്റാണ് അതിനുവേണ്ടി. ശരി, വാട്ട് ഈസ് പ്ലിയോട്രോപ്പിസിനെ കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞേ. ആൻസർ എല്ലാവരും പറഞ്ഞു. യെസ്, വെരി ഗുഡ്. അക്ഷര, ആദി, ദേവി, നിത്യ, ഗൗരി, സിദ്ധാർത്ഥൻ, ബീന, ആൻസി, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ജാസ്മിൻ, യു ഗേവ് ദ ആൻസർ, വെരി ഗുഡ്. സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണ് വരേണ്ടത്. ഇവിടെ മൾട്ടിപ്പിൾ ജീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. എല്ലാവരും കിട്ടിയോ? വെരി ഗുഡ്. ഐ എം വെരി ഹാപ്പി. നിങ്ങൾ ഈ ലെവലിലേക്ക് ഞാൻ എടുത്തത് ഇതുപോലുള്ള നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സെൻറ്റൻസുകളെയാണ് ഇവിടെ സ്ക്രാച്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സെൻറ്റൻസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം ഓക്കെ ആയെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ വൈസ് ഓക്കെ ആണ്, ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഒരു പ്രശ്നവും വരാൻ പോവില്ല. വെരി ഗുഡ്. യെസ് ടീന, യെസ് ദേവി, ആദി, എൽഷുബ, റോഷ്മി, മാലു, വെരി ഗുഡ്. ഓക്കെ, നിഹാൽ, എല്ലാവരും വളരെ മിടുക്കരായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലിയോട്രോപ്പിസം നിങ്ങൾ പഠിച്ചോണം. വാട്ട് ഈസ് പ്ലിയോട്രോപ്പിസം? സിംഗിൾ ജീൻ ക്യാൻ പ്രൊഡ്യൂസ് മോർ ദാൻ 1 ഇഫക്ട്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ? വിച്ച് ആർ ദ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പിസം? സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോനൂറിയ, പിന്നെ പിന്നെ എന്തുണ്ട്? സീഡ് ഷേപ്പ് ആൻഡ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻ പീ പ്ലാന്റ് പഠിച്ചോണം. ആൻഡ് എല്ലാ പോയിന്റ്സ് അത് ഓരോന്നും. സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ഫീനൈൽ കീറ്റോനൂറിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ആണ്. ഓക്കെ, ആൻഡ് സീഡ് ഷേപ്പ് ആൻഡ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഓൾസോ അതിൻ്റെ അകത്തുണ്ട്. ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്. സൂപ്പർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മക്കളെ വർക്കൗട്ട് ചെയ്യണം. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ NCERT വായിച്ച് നിങ്ങളുടെ കോൺസെൻട്രേഷനും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ഷമ കൂടും, കപ്പാസിറ്റി കൂടും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗെറ്റിംഗ് സീറ്റ് 4 അല്ലെങ്കിൽ ഫുൾ ടാർഗറ്റ് 360 ഔട്ട് ഓഫ് 360 അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ വളരെ മിടുക്കരായിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇതൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ. കണ്ടോ? അപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് പ്ലിയോട്രോപ്പിസം ഉണ്ടാകുന്ന എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട്സ് ആൻസർ? ഡ്യൂ ടു മ്യൂട്ടേഷൻ. ഡ്യൂ ടു മ്യൂട്ടേഷൻ എവിടെ? ഇൻ ദ ജീൻ ദറ്റ് കോഡ്സ് ഫോർ ദ എൻസൈം ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. നമുക്കതറിയാം. ഓക്കെ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. യെസ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ മിടുക്കരാവുകയാണ്. ദർ ഇസ് നോ ഡൗട്ട്. ഓക്കെ, പക്ഷെ ചെയ്യണം. എക്സാം ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ സമയത്ത് ആക്റ്റീവായിട്ട് ക്ലാസ്സിലിരുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ പ്രിപ്പയർ ചെയ്തത്? ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ റോങ് റിലേറ്റഡ് ടു മ്യൂട്ടേഷൻ? വീണ്ടും അടുത്തത് കണ്ടുപിടിക്കാം. മ്യൂട്ടേഷനെ കുറിച്ചുള്ളത്. Chromosomal aberration are commonly observed in cancer cell. Mutation area ആണ്. Since genes are known to be located on chromosomes, alteration in chromosome result in abnormalities or aberrations. Mutation also arises due to change in single base pair of DNA is known as point mutation. D. In addition to recombination, mutation is another phenomenon that leads to variation in DNA. Also arises due to change in single base pair of DNA. കണ്ടുപിടി. എത്ര എണ്ണം റോങ് ആണ്? വിഷമത എത്ര എണ്ണം, ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം റോങ് ആണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിതെല്ലാം വായിച്ചു കഴിയുമ്പോൾ അയ്യോ ഇതെല്ലാം കഴിഞ്ഞു, പക്ഷേ റോങ് ആണോ ട്രൂ ആണോ എന്ന് ഒന്നും കൂടെ നോക്കണം.
ഓക്കെ, അങ്ങനെ ശ്രദ്ധിച്ച് വളരെ മിടുക്കരായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ബയോളജി, നിങ്ങൾ ഈ ബയോളജി എനിക്ക് ചിലരൊക്കെ അവസാനത്തെ ദിവസം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. എപ്പോഴും ടച്ചപ്പ് ചെയ്യണം എല്ലാ സബ്ജക്റ്റും. അതൊക്കെ വെറുതെ നമ്മളിങ്ങനെ അവസാനത്തേക്ക് ബയോളജി നോക്കി മറിച്ചിട്ട് പോകാം, അങ്ങനെയല്ല. എപ്പോഴും ഈ എല്ലാ സബ്ജക്റ്റും നമ്മൾ എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളതിനെ എപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ബയോളജി ഇടയ്ക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ അവസാനത്തെ ദിവസം നോക്കാം, അവസാനത്തെ നാളുകൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചോണ്ട് എന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ കോൺഫിഡൻസ് പോരുത്. സോ അതുകൊണ്ട് എല്ലാവരും അത് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ വാട്ട്സ് ആൻസർ? വെരി ഗുഡ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. യെസ്, താങ്ക് യു സോ മച്ച് ഡിയർ ചിൽഡ്രൻ. അഞ്ജലി, ദേവി, സ്വാതി, റോഷ്മി, മാലു, ദേവിക, ഗാഥ, ദേവി, അർച്ചന, ഗൗരി, ആസിഫ്, റൂബൻ. വെരി ഗുഡ്. ഒന്നും തെറ്റില്ല, എല്ലാം കറക്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാം കറക്റ്റെന്ന് മനസ്സിൽ. അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മുടെ ഒരു തെറ്റ് പറയാം. നിങ്ങളുടെ ഒരു തെറ്റ് പറഞ്ഞേ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കെയർലെസ് മിസ്റ്റേക്ക് പറഞ്ഞാൽ മക്കളെ, എല്ലാം ശരിയാ, 5 ബബിൾ ചെയ്ത് കഴിഞ്ഞു, ഇറങ്ങി വന്നു, പക്ഷേ ശരിയായിരുന്നു. പക്ഷേ ഞാൻ ശരിക്ക് പകരം 0 എഴുതേണ്ടതിന് പകരം 5 ആണ് ബബിൾ ചെയ്തത്. അങ്ങനെയുള്ള തെറ്റുകളല്ലേ ബയോളജിക്ക് വരുന്നത്. therefore അത് ശ്രദ്ധിക്കുക. വാട്ട്സ് ആൻസർ? 0 ഈസ് ദ ആൻസർ. Okay, Makla? Okay, that's a point related to this mutation. And what about the next question? Study the following statement and answer the question asked next to them. Yes. Okay, why show? In human genetics, pedigree study provides strong tool which utilize to trace the inheritance of specific trait, abnormality or disease. Mental disorders. Yes. Okay, Siddharthan. 1 mark ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഓക്കെ, മെൻ്റൽ ഡിസോർഡേഴ്സ് ആർ മെയിൻലി ഡിറ്റർമൈൻഡ് ബൈ ഓൾട്ടറേഷൻ ഓർ മ്യൂട്ടേഷൻ ഇൻ ദ സിംഗിൾ ജീൻ. ഇത് വിജിലൻ്റ് ആയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ വളരെ കണ്ണിങ് ആണ്. ഓക്കെ. 3, color blindness occurs in about 0.8% male and only about 0.4% female. In hemophilia, a single protein that is a part of the cascade of protein involved in the clotting of blood is affected. Then thalassemia could be due to either mutation or deletion, which ultimately result in reduced rate of synthesis of one of the globin chain, that is alpha and beta chain, to make up hemoglobin. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ് നെക്സ്റ്റ് ടു ദം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഹൗ മെനി ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ റോങ്? കണ്ടുപിടിച്ച് ഫൈൻഡ് ഔട്ട്. യെസ്, ഫൈൻഡ് ഔട്ട്. ഐ എം വെയിറ്റിംഗ്. എത്ര എണ്ണം റോങ് ഉണ്ട്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയായത്, ഏതൊക്കെയാണ് ശരി, എത്ര എണ്ണം ശരിയുണ്ട് അല്ലെങ്കിൽ എത്ര റോങ് ഉണ്ട്, കണ്ടുപിടിക്കും. രശ്മി ആൻസർ പറയുന്നു. യെസ്, നെക്സ്റ്റ് വൺ. യെസ്, മേഘ. ആൻഡ് നെക്സ്റ്റ് വൺ ഗൗരി. ഓക്കെ. സിദ്ധാർത്ഥൻ, രൂപ, പ്രാണിക. യെസ്, ഓക്കെ. യെസ്, ദേവി. ഓക്കെ. ആക്ച്വലി യെസ്, നിത്യ, പ്രാണിക. വണ്ടർഫുൾ റൈറ്റ്. ഇതേ ഉള്ളൂ. ഇത് വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, ഇപ്പോഴാണ് ഓപ്ഷനിലേക്ക് ചിലർ മാറിയത്. ഞാൻ ആദ്യത്തെ ഓപ്ഷൻസ് എല്ലാം കണ്ടപ്പോഴേ മനസ്സിലായി. ചിലരുടെ ഓപ്ഷൻ വന്നപ്പോൾ ബാക്കി എല്ലാവരും ചേഞ്ച് ആയി. ഓക്കെ, ഫൈൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ? ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യെസ്, ഇപ്പോൾ ആൻസറിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. ആദ്യത്തെ ആൻസർ ഞാൻ കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്തൊരു വലിയ 2 പ്രശ്നമുണ്ട്. ബയോളജിക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചു, അതിൻ്റെ അകത്ത് മുഴുവൻ കറക്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം കറക്റ്റ് എന്ന്, അപ്പോൾ റോങ് ഒന്നുമില്ലായിരുന്നു, അപ്പോൾ 0 വന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും റോങ് ഇല്ല, അപ്പോഴും 0. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വാട്ട് വിൽ ബി ദ പോസിബിലിറ്റി? എന്തായിരിക്കും? നമ്മളപ്പോൾ പറയും, അതും ഒന്നും റോങ് ആകാനുള്ള സാധ്യതയില്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കും. അപ്പം നമ്മൾ റോങ് കണ്ടുപിടിക്കത്തില്ല. അത് ബയോളജിയുടെ ഒരു വില്ലന അല്ലേ? am I correct? അപ്പം നമ്മൾ റോങ് കണ്ടുപിടിക്കാതെ പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവരും 0യിലേക്ക് ആൻസർ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു തെറ്റുണ്ട്. അത് കഴിഞ്ഞ് ടെൻഡൻസി ഉണ്ടാവും ഉറപ്പായിട്ട്. ബയോളജി നമുക്ക് എക്സാം ഹാളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എന്താണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞ് അതിനുവേണ്ടി റെഡി ആയിട്ട്
ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. ദിസ് യു ആർ പ്രിപ്പയറിങ്. അല്ലാതെ നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രിപ്പറേഷനിലാണ് ബിഫോർ എൻ്റർ ഇൻ ടു ദ എക്സാം ഹാൾ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഈ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം അവെയർ ആയിരിക്കണം. അവെയറായി നമ്മൾ അതിനെല്ലാം തോൽപ്പിക്കണം. ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. ഓക്കെ, ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. പിന്നെ നമുക്കെല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഹവ് യു ഹാൻഡിൽ യുവർ ആറ്റിറ്റ്യൂഡ്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വെരി കറക്റ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണ്, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ വാട്ട്സ് എ റോങ്? യെസ്, 0.8 അല്ല, 8% ആണ്. ദാറ്റ് ഈസ് റോങ്. ഓക്കെ മക്കളെ? യെസ്, ഗുഡ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് എക്സാം ഹാളിൽ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വളരെ ആക്റ്റീവായിക്കേ. എക്സാം ഹാളിൽ 3 hours ഉള്ള സമയത്ത് ആരും വന്നിട്ട് ആക്റ്റീവ് ആകുമെന്ന് പറയാൻ ആരും കാണത്തില്ല. ഓൺലി യുവർ സെൽഫ് സേ ദാറ്റ് ആക്റ്റീവ്. എല്ലാ ക്വസ്റ്റ്യനും കാണുമ്പോൾ യെസ് ബി ആക്റ്റീവ് എന്ന് പറയണം. ആ ഒരു ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എൻട്രൻസിന് നമ്മുടെ സീറ്റിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, യെസ്, വെരി ഗുഡ് ഡിയർ ചിൽഡ്രൻ, വെരി ഗുഡ്. ഞാൻ നിങ്ങളുടെ എല്ലാം പേര് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. യെസ് ജുബിന, ജാസ്മിൻ, ലിജി, ചിന്നു, ഏഞ്ചൽ, വെരി ഗുഡ്. യെസ്, ഗ്രേസ്, യെസ്, ഗുഡ്. ഹൗ വാസ് ദ ക്വസ്റ്റ്യൻ? ചില കോൺസെൻട്രേഷൻ ഷാർപ്പ് ആവുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. വാട്ട് ഈസ് ടാർഗറ്റ്? റൈറ്റ്? Okay, and what about the next question? Okay, and what's the next question? Find out the correct statement. ശ്രദ്ധിച്ചോ, വീണ്ടും ഇയറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആവട്ടെ. NCERT-ലുള്ള എല്ലാ ഇയറും ഇമ്പോർട്ടൻ്റ്. അത് നമ്മളെ കുഴയ്ക്കും. ശ്രദ്ധിച്ച് പഠിച്ചോണം. യെസ്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ. കറക്റ്റ് എന്നാണ് ചോദ്യം. ഇപ്രാവശ്യം കറക്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. യെസ് ജുബിന, സൂപ്പറാണ്. യെസ്, ഗുഡ്. നിങ്ങൾക്കിത് സൂപ്പർ ആയെങ്കിലേ നമുക്ക് എക്സാം ഹാളിൽ ഇത് സൂപ്പർ ആവുകയുള്ളൂ. Okay? Yes, DNA as an acidic substance present in nucleus was first identified by Frederick Mischer in 1868. I am reading the question. Yes, okay. Yes, Abhina. Okay, good. By 1926, the quest to determine the mechanism for genetic inheritance had reached the cellular level. Yes, എല്ലാവർക്കും ക്വസ്റ്റ്യൻ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. That's good. Yes. Then third one, in 1928, Frederick Griffith is in a series of experiments with fungi, Streptococcus pneumoniae, witnessed a miraculous transformation in the bacteria. Yes, answer പറഞ്ഞു വരുന്നുണ്ട്. Very good. Yes, very good. Then fourth one, use of radioactive thymidine to detect distribution of newly synthesized DNA in the chromosome was performed in Vijaya Faba by Taylor and colleagues in 1958. Very good. I am very happy. നിങ്ങൾക്ക് ആൻസർ അറിയാം. 1958, 4 is the correct answer. That is the correct one. Very good. I am very happy. നിങ്ങളുടെ ഓരോ കറക്റ്റ് ആൻസേഴ്സും എനിക്കുള്ള ഗിഫ്റ്റാണ്. ഐ എം വെരി ഹാപ്പി. യെസ്, നമ്മൾ വിന്നേഴ്സാണ് അല്ലേ? എല്ലാ ഡോക്ടേഴ്സാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഡോക്ടേഴ്സാണ്. ദർ ഇസ് നോ ഡൗട്ട്. അപ്പോൾ ആദ്യത്തെ തെറ്റെന്ന് പറഞ്ഞേ. ആദ്യത്തെ തെറ്റ് പറ. 1868 അല്ല, 1869. അത് പഠിച്ചോണം. അത് ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യനാണ്. DNA acidic substance എന്ന് പറഞ്ഞാൽ ആരാണ് ചോദിക്കും? ഫ്രെഡറിക് മിഷർ. എന്നാണ് ചോദിക്കും? 1868. വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രെഡറിക് മിഷർ എന്ന് ചോദിക്കും. മാച്ച് ദ കോളവ. വാട്ട്സ് ആൻസർ? അസിഡിക് സബ്സ്റ്റൻസ്. നോക്കി, ആ ക്വസ്റ്റ്യൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കിയാൽ മക്കളെ. ശരിയല്ലേ? ആൻഡ് സെക്കൻഡ് വൺ, അതിൻ്റെ അത് രണ്ടാമത്തെ ആൻസർ പറയാം. 1926 ഒക്കെ കറക്റ്റാണ്. സെല്ലുലാർ ലെവൽ അല്ല, പിന്നെയോ മോളിക്കുലാർ ലെവൽ. ദിസ് വൺ, വാട്ട് ഈസ് ദ റോങ്? ദിസ് ഈസ് മോളിക്കുലാർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, തേർഡിൻ്റെ ഒരു പറയാമോ? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നം എന്ന് പറഞ്ഞ മക്കളെ. വെരി ഗുഡ് ലക്ഷ്മി, വെരി ഗുഡ്. ഇറ്റ് ഈസ് നോട്ട് ഫംഗൈ, ഇറ്റ് ഈസ് ബാക്ടീരിയ. വെരി ഗുഡ്. യെസ്, യു ആർ ഓക്കെ മക്കളെ. ഡോണ്ട് വറി, ബി കോൺഫിഡൻറ്റ്. അത് മാത്രം മതി. നിങ്ങൾ ഡോക്ടേഴ്സാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ ബയോളജി 360 out of 360 നിങ്ങൾ കൊണ്ടുവരും. ഇത്രയും ശ്രദ്ധ, ഒരു കോൺസെൻട്രേഷൻ ലെവൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇയർ എല്ലാം പഠിച്ചോണം കേട്ടോ. ഇത് കണ്ടോണം. ഇത് മുഴുവൻ പഠിച്ചിട്ടേ പോവുള്ളൂ. ബിക്കോസ് ഇയറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. ഞാൻ നിങ്ങളുടെ പേരെല്ലാം കാണുന്നുണ്ട്. ആ പേരെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എൻ്റെ മക്കളുടെ പേരെല്ലാം. വെരി ഗുഡ്. ദാറ്റ്സ് ഗുഡ്. യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. Select incorrect statement. Next question. Select incorrect statement. The DNA in nucleoid is organized in large loops held by proteins.
അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇൻകറക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അകത്തൊരു ഇൻകറക്റ്റ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്? ആ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു, ഇത് എക്സാം ഹാളാണെന്ന് വിചാരിച്ചൊന്ന് വായിച്ചു നോക്കിയേ. Second, Gregor Mendel, Walter Sutton, Thomas and Morgan and numerous other scientists had narrowed the search to the chromosome located in the nucleus of all cells. Yes, ചെയ്യുന്നവർക്കെല്ലാം വളരെ പൊളിയായിട്ടാണ് തോന്നുന്നത് അല്ലേ? ഉറപ്പായിട്ട് മക്കളെ. Third one, the genetic material should be stable enough not to change with different stages of life cycle, age or with change in physiology of the organism. And fourth one, for the transmission of genetic information, RNA is better. These are the statement. Please find out incorrect. ഞാൻ കാണുന്നു, ഞാൻ നോക്കുവാണ് ആരൊക്കെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. യെസ് 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 ഓക്കെ ഫൈൻ, പോരട്ടെ. അപ്പോൾ ഓക്കെ ഫൈൻ വരുന്നുണ്ട് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ് ഈസ് എല്ലാവരും 2 പറയുന്നുണ്ട്, ചിലർ 3, ചിലർ 4. വാട്ട്സ് ആൻസർ? 2 ഈസ് ദ കറക്റ്റ്. വെരി ഗുഡ്. ഞാൻ ആദ്യം കണ്ടു, പിന്നെ അതിലേക്ക് ശരിയിലേക്ക് എല്ലാവരും വന്നു. വെരി ഗുഡ്. ഐ എം വെരി ഹാപ്പി മക്കളെ. എനിക്കിത് കാണുമ്പോൾ സന്തോഷമാണ് വരുന്നത്. നിങ്ങൾ ആ ഒരു തെറ്റ് കണ്ടുപിടിച്ച് അതിന് ഷാർപ്നെസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ബയോളജിയിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയേ മക്കളെ, ഇവിടെ എന്താ പ്രശ്നം നോക്കിയേ. ഇവിടെ വാട്ട് ഈസ് ദ റോങ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്? ഓൾ സെൽ അല്ല, വാട്ട് ഈസ് റിട്ടൺ ഇൻ NCERT പറയൂ. ഓൾ സെല്ലിന് വരെ NCERT എഴുതിയേക്കുന്ന സെൻറ്റൻസ് ആരാ പറയാ? പറഞ്ഞേ. മോസ്റ്റ്. വെരി ഗുഡ് ലക്ഷ്മിയാണ് ആദ്യം പറഞ്ഞ മോസ്റ്റ്. പക്കയായിട്ട് NCERT തുറന്നു വെച്ചിരുന്നോ? എല്ലാവരും ഇരുന്നോ? NCERT തുറന്നു വെച്ചിരുന്നോ? നമ്മൾ പഠിക്കുക. എവരിബഡി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, എല്ലാവരും ആക്റ്റീവ് ആയിക്കേ. യെസ്, വെരി ഗുഡ്. യെസ്, DNA. ദേവി പ്ലീസ് റീഡ് NCERT. ഇത് തെറ്റിക്കും കൊണ്ടുപോയിട്ട് റീഡ് NCERT. ട്രാൻസ്ലേഷൻ RNA അല്ലേ വേണ്ടേ? റീഡ് NCERT. അപ്പോൾ NCERTയിലുള്ള ചില പ്രശ്നങ്ങൾ, NCERT വായിക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെ ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ടാർഗറ്റ് 360, റൈറ്റ്? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ? പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. DNA being double stranded and having അപ്പോൾ ഇവിടെ ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കണ്ടുപിടിച്ചോ? ഞാൻ വായിക്കാം. DNA being double stranded and having complementary strand further resists change by evolving a process of repair. In E. coli, the average rate of polymerization has to be approximately 200 base pair per second. In eukaryotes, the monocystronic structural gene have interrupted coding sequence. The gene in eukaryotes are split. Yes. Answer കണ്ടുപിടിച്ചോ? Joel, please read the NCERT. The mRNA provides the template, tRNA brings amino acid and read the genetic code, and RNA plays structural and catalytic role during translation. Please find out the answer. Yes, പോരുന്നുണ്ട് മക്കളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. വെരി ഗുഡ്. Yes, 2 is the correct, 2 is the wrong. What is the wrong? ഇത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് എക്കോ പോലെ വരുന്നുണ്ട്. നിങ്ങൾ തന്നെ എക്സാം ഹാളിൽ നിന്ന് വായിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഷാർപ്പായിരിക്കണം. ഇനി വായിക്കുമ്പം പ്രശ്നമുള്ളവർ ജസ്റ്റ് ഇങ്ങനെ ലിപ്സ് അനക്കിക്കൊണ്ട് വായിച്ചും ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ട്സ് റോങ്? 200 അല്ല, 2000. ഒരു സീറോയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സ്പീഡ് ഇതെങ്ങനെയുണ്ട് ഈ ക്വസ്റ്റ്യൻ? ഈ സ്പീഡ്, നമ്മുടെ ടെൻഷൻ ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമാണ്. റൈറ്റ്? ആം ഐ കറക്റ്റ്? യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധിച്ച് എക്സാം ഹാളിലായിരിക്കാം. അത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അങ്ങനെ ഇത് ഒരു ക്വസ്റ്റ്യൻ. 4th one ആരാണ്? mRNA പരിപാടി തന്നെ. ടെംപ്ലേറ്റ് കൊടുക്കും. tRNA അമിനോ ആസിഡ് ബ്രിങ് അമിനോ ആസിഡ് ആൻഡ് റീഡ് ജെനറ്റിക് കോഡ് ആൻഡ് RNA പ്ലേസ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റാലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ. ഈ 4th തന്നെ ഒരു മാച്ച് കോളം അറിയാമല്ലോ. ഈ 4th സ്റ്റേറ്റ്മെൻറ്റ് ഒരു മാച്ച് കോളമാണ്. എങ്ങനെ ചോദിക്കുന്നത്? mRNA ടെംപ്ലേറ്റ്, tRNA ബ്രിങ് അമിനോ ആസിഡ് ആൻഡ് റീഡ് ജെനറ്റിക് കോഡ്, ദെൻ RNA പ്ലേസ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റാലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. അടിപൊളിയാ. യെസ്, നമ്മൾ അടിപൊളിയാണ്. നമ്മൾ ദർശനയാണ്, അടിപൊളിയാണ്. റൈറ്റ്? യെസ് മക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. ഈ ദിവസങ്ങളിൽ ബയോളജി അങ്ങനെ കൊണ്ടുപോകണം കേട്ടോ എല്ലാവരും. വെരി ഗുഡ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ സൂപ്പറാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ ബയോടെക്നോളജി ജെനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മൈ ഗോഡ്, എത്ര കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും NCERTലെ സെൻറ്റൻസ് തറോ അല്ലെങ്കിൽ ചില സെൻറ്റൻസ് നമ്മൾ ആ സെൻറ്റൻസ് അതേപടി അറിയില്ലെങ്കിൽ തെറ്റിക്കും.
ശരിയല്ലേ? അതെ. സോ ശ്രദ്ധിക്കുക മക്കളെ, ദാറ്റ് ഈസ് ദ വില്ലൻ ഓഫ് ബയോളജി. ദാറ്റ് ഈസ് ദ വില്ലൻ ഓഫ് ബയോളജി. അത് ഓർക്കം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു. ഓക്കെ ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇതിൻ്റെ അകത്ത് വലിയ സംഭവങ്ങൾ കിടപ്പുണ്ട്, ശ്രദ്ധിച്ചു പറഞ്ഞു. Yes, read the following statement. Transcription uses nucleoside triphosphate as substrate. കണ്ടുപിടിച്ചോ? ഞാൻ പതുക്കെ വായിക്കാം. Then second, 28 is transcribed by RNA polymerase 2. Confused ആക്കുന്നുണ്ട്. Yes. 5 is RNA transcribed by RNA polymerase 3. In trailing, 200 through 300 adenyl residues are added at 3' and in a template dependent manner. കണ്ടുപിടി. ആൻസർ കണ്ടുപിടി മക്കളെ, കണ്ടുപിടിച്ചോ? സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിടപ്പുണ്ട്. 1 and 2 ആണോ, 2 and 3 ആണോ, 1 and 3 ആണോ, 1, 3 and 4 ആണോ? വാട്ട്സ് ആൻസർ? കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? കണ്ടുപിടി. Yes, very good. മക്കളെ, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. വാട്ട്സ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? വാട്ട്സ് ആൻസർ? ഓപ്ഷൻ 3 ആണ് നിങ്ങൾ പറഞ്ഞത്. ദാറ്റ് ഈസ് കറക്റ്റ്. 1 ഉം 3 ആണ് കറക്റ്റ്. എന്താണ് 2ലുള്ള തെറ്റ്? വാട്ട്സ് റോങ് ഇൻ ദ 2 സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് 2ലുള്ള തെറ്റ് എന്താ? വാട്ട്സ് റോങ്? വെരി ഗുഡ്. RNA polymerase 2 അല്ല, പിന്നെയോ RNA polymerase എന്താ? 1. RNA polymerase 1, 28, 18 5.8 as RNA. We know that. ആൻഡ് അടുത്ത ഏതായിരുന്നു? 2 തെറ്റായിപ്പോയത്, അതുകൊണ്ടാണ്. അടുത്ത തെറ്റെന്താ? വാട്ട്സ് റോങ്? ഈ 4th റോങ് എന്താ? വാട്ട്സ് റോങ് ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ്? ക്യാൻ യു സേ? യെസ് ആൻ്റണി, വെരി ഗുഡ്. വാട്ട്സ് റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? യെസ്, ഇവിടെ ഡിപ്പെൻഡൻ്റ് അല്ല, പിന്നെയോ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് മാനർ. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡൻ്റ് മാനർ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യാ. ആൻഡ് വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Find out the incorrect statement. What's incorrect? 5' അല്ല. What's wrong in that statement? ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ് മാനർ എന്നാണ് വരേണ്ടത്. അതായിരുന്നു തെറ്റിയത് കേട്ടോ, ശ്രദ്ധിക്കുക. അങ്ങനെ അത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ജോർജ് Gamow, a physicist who argued since there are only 4 bases and if they have to code for 20 amino acids. Yes. Severocover enzyme polynucleotide phosphorylase was also helpful in polymerizing DNA with defined sequences in a template independent manner. The codon is read in mRNA in a contiguous fashion. Yes. 4th one, insertion or deletion of 3 or its multiple bases. Insert or delete 1 or multiple codon, hence 1 or multiple amino acids, and reading frame remains unaltered from that point onwards. What is the wrong in that statement? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എമ്പോഴും ഏതോ ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കണ്ടുപിടിച്ചേ. പ്ലീസ് ഫൈൻഡ് ഔട്ട്. ഐ എം വെയിറ്റിംഗ്. പ്ലീസ് ഫൈൻഡ് ഔട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ നിങ്ങളെ നോക്കുക, താഴേക്ക് നിങ്ങളുടെ മെസ്സേജ്. യെസ്, കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദ റോങ് ഇൻ ദ വെരി ഗുഡ്. സെക്കൻഡ് ആണ് റോങ്. വെരി ഗുഡ്. യെസ്, നയന, ഏഞ്ചൽ, റൂബ, ഫാത്തിമ, അഞ്ജലി, മേഘ, വെരി ഗുഡ്. സെക്കൻഡ് ആണ് റോങ്. അതിൽ എന്തുകൊണ്ടാണ് റോങ്? അവിടെ എവിടെ? വെരി ഗുഡ് ഏഞ്ചൽ, RNA എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? DNA എന്ന്. ദിസ് RNA, ഇറ്റ്സ് നോട്ട് DNA. വെരി ഗുഡ്. യെസ്, നിത്യ, യെസ്, സ്വാതി, സ്നേഹ, മാളു, വെരി ഗുഡ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് are true related to translation? Okay, how many? വീണ്ടും. When the small subunits encounters an mRNA, the process of translation of the mRNA to protein begins. 23S RNA in bacteria act as catalyst for the formation of peptide bond. The ribosome proceeds to the elongation phase of protein synthesis. The next one, at the end, a release factor binds to the stop codon,
terminating translation and releasing the complete polypeptide from the ribosome. ചോദ്യം, how many of the following are true related to translation? ഇങ്ങനെയുണ്ട്, related to ചോദിക്കുക. കഴിഞ്ഞ വർഷം ചോദിച്ചാൽ related to inclusion bodies. Which of the following is not correct related to inclusion bodies? കഴിഞ്ഞ വർഷം അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? Which of the following is not true related to restriction endonuclease? The question is like that. Last year the question is like that. Okay. Yes, what's the answer മക്കളെ? പറയൂ, what is the answer? What's the answer? What's the answer for this question? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ഇറങ്ങി പോകാമായിരിക്കും അല്ലേ? അത് തന്നെയാണ് ബയോളജിയുടെ വില്ലൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ, അത്രേ ഉള്ളൂ വില്ലൻ. ഹൗ മച്ച് കോൺസെൻട്രേറ്റഡ് യു ആർ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമാണ് നമുക്ക് MBBS സീറ്റ് വരിക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ കണ്ടിട്ട് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് MBBS നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് വാട്ട്സ് റോങ്? എന്താണ് ട്രൂ? എത്ര എണ്ണം ഉണ്ട് ട്രൂ എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 വെരി ഗുഡ്, എല്ലാം ട്രൂ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിഞ്ഞ വർഷത്തെ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റൻ എന്നായിരുന്നു? വാട്ട്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താ? mRNA പോയിട്ട് റൈബോസോം അല്ല. വാട്ട് ഈസ് ആൻസർ? എൻസൈറ്റ് എഴുതിയിരിക്കുന്നത് എന്താ? ദാറ്റ് ഈസ് ചാർജിങ് ഓഫ് tRNA. ചാർജിങ് ഓഫ് tRNA, അമിനോ അസിലേഷൻ ഓഫ് tRNA. ദാറ്റ് വാസ് ദ ആൻസർ. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ റോങ് സ്റ്റേറ്റ്മെൻറ്റ്? അയ്യോ, സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു മടുത്തേ എന്ന് പറയില്ലേ? എത്ര ഉള്ളൂ എൻട്രൻസിൻ്റെ പ്രശ്നം ഇതാണ്. നമ്മളെ പരീക്ഷിക്കുന്ന എക്സാം ഹാൾ, റൈറ്റ്? ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ്. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് എക്സാം, ബട്ട് ഇറ്റ്സ് എ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം. ഓക്കെ. ആൻഡ് ആമയെ പോലെ, ടോർട്ടസിനെ പോലെ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുക. അവനവൻ്റെ ലിമിറ്റേഷൻ അറിഞ്ഞ് ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്? Herbert Boyer completed graduate work at the University of Pittsburgh in 1963, followed by 3 years of postgraduate studies at Yale. കണ്ടുപിടിക്കുക. ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട്, കണ്ടുപിടിച്ചോണേ. The second one, by 1969, Boyer performed studies on couple of restriction enzyme of E. coli bacterium with especially useful properties. Find out. And third one, in 1965, Boyer took over assistant professorship at the University of California at San Francisco. And fourth one, in the year 1963, the 2 enzymes responsible for restricting the growth of bacteriophage in E. coli were isolated. Please find out what's wrong. ഏതൊരെണ്ണം റോങ് ഉണ്ടല്ലോ, കണ്ടുപിടിക്കുക. യെസ് യെസ് യെസ്, ഫൈൻഡ് ഔട്ട്. യെസ്, വെരി ഗുഡ്. പറഞ്ഞേ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. യെസ് യെസ്, വാട്ട്സ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? യെസ്, ജാസ്മിൻ. വെരി ഗുഡ്. ആദി, വെരി ഗുഡ്. നിങ്ങളപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. ഐ എം വെരി ഹാപ്പി. ആ ഏരിയ എടുത്തല്ലോ. താങ്ക് യു സോ മച്ച്. ദാറ്റ് ഈസ് ഇൻ 1965. ദാറ്റ് ഇസ് റോങ്. വാട്ട്സ് ആൻസർ? വെരി ഗുഡ് ജാസ്മിൻ. നിങ്ങളത് കണ്ടതിൽ സന്തോഷം. ഇപ്പോൾ ഇതെല്ലാം ഓക്കെ ആയില്ലേ മക്കളെ? നിങ്ങളിത് ഓക്കെ ആയാലും ഇത് തെറ്റിക്കത്തില്ലല്ലോ. ഇതേ സ്റ്റേറ്റ്മെൻറ്റിലെ ഇതേ ക്വസ്റ്റ്യൻസ് ഇതേ ഇയർ നമുക്ക് എൻട്രൻസിന് വരാം. ശ്രദ്ധിക്കുക. ഓക്കെ, വെരി ഹാപ്പി. ദാറ്റ്സ് ഗുഡ്. യെസ്, റൂബൻ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, റോഷ്മി, ഏഞ്ചൽ, സ്വാതി. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? How many of the following statement is or are correct? വീണ്ടും നമ്മളെ ക്ഷമ പരിശോധിക്കുകയാണ്. റൈറ്റ്? The ability to multiply copies of antibody resistant gene in E. coli was called cloning of antibody resistant gene in E. coli. Take your NCERT. The first resistant endonuclease HIND2 whose functioning depending on a specific DNA nucleotide sequence was isolated and characterized 5 years later. അതിൽ ഓരോന്നിലും ക്ലൂ ഉണ്ട്. Then today we know more than 900 restriction enzymes that have been isolated from over 230 strains of bacteria, each of which recognize different recognition sequence. Each restriction endonuclease functions by inspecting the length of DNA sequence. At the same sentence, last sentence in the sentence ആണ്. It will be fine to the DNA and cut each of the 2 strands of the double helix at specific point in the sugar phosphate backbone. എത്ര എണ്ണം കറക്റ്റ് ഉണ്ട്? That's answer. Yes, find out. Yes, Fatima. എത്ര എണ്ണം കറക്റ്റ് ഉണ്ട്? കറക്റ്റ് എന്നാണ് ചോദ്യം. വീണ്ടും നോക്കണം. കറക്റ്റ്, ഇൻകറക്റ്റ് എന്നല്ല, കറക്റ്റ്. Fatima, correct. How many of them are correct? എത്ര കറക്റ്റ് ഉണ്ട്? യെസ് യെസ്, അഗെയിൻ. യെസ്, സ്വാതി, ചിന്നു. യെസ്, കറക്റ്റ്. ദേവിക, മേഘ, ഫാത്തിമ. എത്ര കറക്റ്റ് ഉണ്ട് മക്കളെ? യെസ്, അഞ്ജലി, ആഷ്ലി. യെസ്, രശ്മി. ഏതാ തെറ്റിപ്പോയേ? നിത്യ. അഗെയിൻ 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 റീഡ് ഇറ്റ്. ഏതാ തെറ്റിയേ? ഇതിനകത്ത് വല്ല തെറ്റുണ്ടോ? ആൻസി, അഗെയിൻ അഗെയിൻ അഗെയിൻ. നിങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആയിക്കേ. എത്ര തെറ്റുണ്ട് മക്കളെ?
ഇവിടെ അത് എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഏത് തെറ്റെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാം ശരി മീൻസ് ഈ ഓപ്ഷൻ വരെയുണ്ട്. ചിലവർക്ക് ഈ വേറൊരു പ്രശ്നം, സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നം എന്താ, 4 ഓപ്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് 4 എന്ന് പോയിട്ട് മാർക്ക് ചെയ്യും. അത് അവിടെ 5 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 5ഉം ശരിയാണ്, 5. സോ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 2 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓൾ ആർ കറക്റ്റ്. യെസ് ദേവി, ഓക്കെ, ദാറ്റ്സ് ആൻസർ. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Pick out the wrong one. ORI is responsible for controlling the copy number of linked DNA, isn't it? Yes. Yes, Devi. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചേ, 4-5 സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് അതിലത് 4 എണ്ണേ കറക്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ അല്ലെ, 4 ഉള്ളായിരുന്നു എന്ന് വിചാരിക്കരുത്. യെസ് ദേവി, അങ്ങനെയുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതും ബയോളജിയുടെ ഒരു വില്ലനാണ്. എങ്ങനെ സ്കോർ ചെയ്യാം? ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? It is a difficult task. Like this is a competing factor for this exam. ഈ എക്സാമിൻ്റെ കോമ്പറ്റീവ് ഫാക്ടർ ദിസ് വൺ, അത് ഓവർകം ചെയ്യണം. അല്ലെ നമ്മൾ ഒത്തിരി എല്ലാം പഠിച്ചു, എല്ലാം അറിയാം, ബട്ട് വി ആർ നോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് യെസ് ദാറ്റ് ഈസ് എ പ്രോബ്ലം. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ റോങ് വൺ. ORI is responsible for controlling the copy number of linked DNA. യെസ് ആണോ അല്ലയോ? Normal E. coli cell do not carry resistance against ampicillin and kanamycin. Very good, very good. Yes, Rashmi, very good. ഞാൻ 4 ഓപ്ഷൻ വായിക്കേണ്ടി വന്നില്ല. ടുവേഴ്സ് കാഥോഡ് അല്ല, പിന്നെയോ ആനോഡ്. ചിലർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴും. ആനോഡിലേക്കാണ് പോകുന്നത് ബിക്കോസ് DNA is negatively charged. We know that. Okay, what about the next question? Which of the following is wrong? Okay, very good. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ ആൻസർ അപ്പോൾ പറഞ്ഞോണേ. നമ്മുടെ സമയം നമുക്ക് നിങ്ങളെല്ലാം ക്ഷീണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. Okay. If any protein encoding gene is expressed in a heterologous host, it is called a recombinant protein. A stirred tank reactor is usually cylindrical or with a curved base to facilitate the mixing of the reactor content. Bioreactor has an agitator system, an oxygen delivery system, and a form control system, a temperature control system, pH control system, sampling port so that small volume of culture cannot be withdrawn periodically. Biotechnology deals with large-scale production and marketing of products and processes using live organism, cells or enzyme. What's wrong? ഏതാണ് wrong ഉണ്ട്, ഏതാണ് wrong പറഞ്ഞു. Yes, Rashmi, that is the correct answer. Third one is wrong. What is the wrong in that statement? Very important. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എൻട്രൻസിനുള്ളതാണ് കേട്ടോ. Yes, very good, Ashok. What's wrong in that statement, മക്കളെ? What is the wrong in that statement? ആരും ഉറങ്ങരുത്, ആരും ഉറങ്ങിപ്പോയില്ലേ? ആക്റ്റീവ് ആയിക്കേ. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ. This is the competing factor for the entrance exam. ബയോളജിയുടെ വില്ലൻ ഇതാ അല്ലെ. ബയോളജി എവിടെ ഡിഫിക്കൽട്ട്? യു ആർ ഡോക്ടേഴ്സ്, നിങ്ങൾ ഡോക്ടേഴ്സ് ആണ് ആഗ്രഹിക്കുന്ന ബയോളജി എളുപ്പം. പക്ഷെ നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഇത് ചെയ്ത് ക്ഷീണിക്കുന്ന അവസ്ഥ നമ്മളെ ക്ഷീണിപ്പിക്കും. അവിടെ ആരാണ് സർവൈവ് ചെയ്യുന്നത്? ആരവിടെ സർവൈവ് ചെയ്യും? ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്യാൻ ബി വിത്ഡ്രോ എന്നാണ് ഏഞ്ചൽസ്, നോട്ട് കനോട്ട്. ഇറ്റ്സ് നോട്ട് കനോട്ട്, ഇറ്റ്സ് ക്യാൻ. യെസ്, ഹൗ വാസ് ദി ക്വസ്റ്റ്യൻ? ഇങ്ങനെയുള്ള തിങ്കിങ് സ്കില്ലുണ്ട്. വലിയ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു ചെറിയ സംഭവം എഴുതിയിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം, അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Select wrong statement. GM has been used to create tailor-made plants, yes, to supply alternative resources to industries in the form of starch, fuel and pharmaceuticals. Nematode Melodica incognitia infect the root of tobacco plant and cause a great reduction in yield. At present, about 30 recombinant therapeutics have been approved for human uses. Yes, of course, in India. Insulin used for diabetes was earlier extracted from pancreas of slaughtered cattle and pigs. Yes, മനസ്സിലൂടെ എല്ലാം വരുന്നുണ്ടല്ലേ അശോക്? It's good, mind blowing, right? And select wrong statement. What's wrong in that statement മക്കളെ? What's wrong? കണ്ടുപിടി. ഒരു റോങ് ഉണ്ട്, പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, come on fast. Yes, Alina, very good, I am happy. What's wrong in that statement? ഈ സ്റ്റേറ്റ്മെന്റിലെ റോങ് എന്താ പറഞ്ഞേ? What's wrong in that statement? In India, very good. In India ആണോ? അല്ല, പിന്നെയോ? World over. Yes, very good മക്കളെ. Yes, and what about the next question? ഇപ്പോൾ പെട്ടെന്ന് നിൽക്കാവേ, ശ്രദ്ധിച്ച് ചെയ്തോളുക. ഇത് നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ ചെയ്ത് പിന്നെ ഇരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആക്റ്റീവായിട്ടിരിക്കുക. യെസ്, select the wrong statement. In 1983, Eli Lilly, an American company, prepared 2 DNA sequences
corresponding to A and B chains of human insulin and introduce them in plasmid of salmonella to produce insulin chain. Yes, എൻ്റെ ആൻസർ കണ്ടുപിടിച്ചോണേ. നിങ്ങൾ ആൻസർ പറയുമ്പോൾ ഞാൻ അവിടെ നിർത്തും. Gene therapy is a collection of methods that allows corrections of a gene defect that has been diagnosed in child or embryo. ഇവിടെ ഒരു റോങ് ഉണ്ട്. വാട്ട്സ് എ റോങ് എന്നാണ് ചോദ്യം. വാട്ട്സ് എ റോങ് കണ്ടുപിടിച്ചോ. വാട്ട്സ് എ റോങ് കണ്ടുപിടിച്ചോ. റോങ് കണ്ടുപിടിച്ചോ. വാട്ട്സ് റോങ്? ഫസ്റ്റ് വൺ റോങ് ആണ്. വാട്ട്സ് റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് വൺ റോങ് ആണ്. ശരി, കറക്റ്റ്. അതിലെന്താ റോങ് പറഞ്ഞ മക്കളെ? വാട്ട്സ് റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ആ സ്റ്റേറ്റ്മെൻറ്റിലെ റോങ് പറഞ്ഞാൽ ഞാൻ നിർത്തി. അടുത്തത് യെസ്, ഈക്കോളയാണ്. പിന്നെ എന്തല്ല? സാൽമൊണല്ലേ അല്ല. സാൽമൊണല്ലയിലാണോ? ഈക്കോളയല്ലേ ഹോസ്റ്റ്? യെസ്, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് വി ആർ ഗോയിങ് ടു മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിന് ആൻസർ കണ്ടുപിടിച്ചോ. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. Answer from the following options. Transgenic rat, rabbit, pigs, sheep, cow and fish have been produced. Yes or no? Over 90% of the existing transgenic animals are mice. Yes, very good. At the answer കണ്ടുപിടിച്ചോ പെട്ടെന്ന്. In 1997, the first transgenic cow, Rosie, produced human protein enriched milk 2.4 gram per liter. Transgenic mice are being used to test the safety of the polio vaccine. In 1997, an American company got patent rights on basmati rice through the US Industry and Trademark Office. പറഞ്ഞേ, ഏതാ മക്കളെ റോങ്? കണ്ടുപിടിച്ചേ, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചോ. ഓക്കെ, ഗാഥ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഇവിടെ എന്തെങ്കിലും റോങ് ഉണ്ടോ? ഏതൊക്കെയാണ് റോങ്? എ ആൻഡ് ബി ആണോ? ബി ആൻഡ് സി ആണോ? ബി ആൻഡ് ഇ ആണോ? എ ആൻഡ് ഇ ആണോ? വാട്ട്സ് റോങ്? ആക്റ്റീവായിട്ട് ചെയ്യണം. ആരും ഇറങ്ങിപ്പോലും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് ഇറങ്ങിപ്പോകാനുള്ള സാധാരണ പതിവ്. എക്സാം ഹാളിൽ തന്നെ. എന്നിട്ട് ബയോളജിക്ക് എനിക്ക് തെറ്റിപ്പോയി ഉണ്ടാവുക. വാട്ട്സ് ആൻസർ? വെരി ഗുഡ് അഞ്ജലി. 95 അല്ല. വാട്ട്സ് ആൻസർ? മേഘ കറക്റ്റ്. കറക്റ്റ് ആൻസർ. ബി ആൻഡ് ഇ ആർ റോങ്. ബി ആൻഡ് ഇ ആർ റോങ്. വെരി ഗുഡ് സിദ്ധാർത്ഥൻ. നോ, ബി ആൻഡ് ഇ ആർ റോങ് സിദ്ധാർത്ഥൻ. യെസ് അജയ്. വാട്ട്സ് റോങ്? ഇത് ഇവിടെ 90 അല്ല 95. കണ്ടോ എത്ര ഷാർപ്പായിരിക്കണം? 95. അടുത്ത് പറഞ്ഞേ. ഇതിനകത്ത് എന്താ തെറ്റ്? വാട്ട്സ് റോങ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേ. ആര് പറയും? വാട്ട്സ് റോങ് ഇൻ ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ? വാട്ട്സ് റോങ് ഇൻ ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, വാട്ട്സ് റോങ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റിലോ റോങ് പറഞ്ഞേ. നിങ്ങൾ പറയണം, അല്ലാതെ ഞാൻ എങ്ങനെ ഇത് ലീവ് ചെയ്യും? യു ക്യാൻ ജസ്റ്റ് സേ വാട്ട്സ് റോങ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. യു എസ്? യെസ് എൽസുബ, ആവണി, സ്വാതി. ഇറ്റ്സ് നോട്ട് യു എസ് ഇൻഡസ്ട്രി അല്ല, യു എസ് പേറ്റൻറ്റ്. ഇത്ര ഷാർപ്പായിരിക്കണം. ഷാർപ്പ് റീഡിങ്. യെസ് റൂബൻ. യെസ്, വെരി ഗുഡ് ഏഞ്ചൽ, വെരി ഗുഡ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇനി ഒരു 7 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ കേട്ടോ. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ദ സൈസ് ഓഫ് കൗ. ഇനി വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ റീപ്രഡക്ഷനും സെക്ഷൽ റീപ്രഡക്ഷനും ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ദ സൈസ് ഓഫ് ദ ക്രോസ് ആൻഡ് പാരറ്റ് ആർ നോട്ട് വെരി ഡിഫറെൻറ്റ് യെറ്റ് ദ ലൈഫ് സ്പാൻ ഷോ എ വൈഡ് ഡിഫറൻസ്. നെക്സ്റ്റ്, മാംഗോ ട്രീ ഹാസ് എ മച്ച് ഷോർട്ട് ലൈഫ് സ്പാൻ ആസ് കമ്പയർഡ് ടു പീപ്പിൾ ട്രീ. Asexual reproduction is common among single-celled organisms and in plants and animals with relatively simple organization. In protists and monodonts, the organisms or the parent cell division into two to give rise to new individuals. In yeast, the division is unequal and small buds are produced that remain attached initially to the parent cell, which eventually get separated and mature into new yeast organs. These are the 5 statements. ഇതിൽ എത്ര എണ്ണം കറക്റ്റ് ഉണ്ട്? ഹൗ മെനി ഓഫ് ദം ആർ കറക്റ്റ്? ഇതിൽ എത്ര എണ്ണം കറക്റ്റ് ഉണ്ട് മക്കളെ? കണ്ടുപിടിച്ചേ, എത്ര എണ്ണം കറക്റ്റ് ഉണ്ട്? യെസ്, എല്ലാം കറക്റ്റാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. എല്ലാം കറക്റ്റ്. വെരി ഗുഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മുടെ ഇൻസൈഡിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Pick out the wrong statement again. Sexual mode of reproduction enable creation of new variants so that survival advantage is enhanced. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ. Born in November 1903 in Jaipur, Panchanan Maheshwari rose to become one of the most distinguished botanists not only of India but of the entire world. But of the entire world. He worked on embryological aspects and popularized the use of embryological characters in taxonomy. Each and every organism can live only for a certain period of time. These are the 4 statements. ഇതിലെ ഒരു റോങ് ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞു വിച്ച് ഈസ് ദ റോങ്. NCERT എടുത്ത് വായിച്ചു നോക്കണേ. NCERT ഹൗ യു റീഡ് NCERT ചോദിക്കില്ല ഈ ദിവസങ്ങൾ എങ്ങനെ വായിക്കണം? ഇങ്ങനെ
ഇങ്ങനെ വായിക്കണം. യെസ് ഏഞ്ചൽ, വാട്ട്സ് ആൻസർ? ഏഞ്ചൽ എല്ലാം അടിപൊളിയായിട്ട് പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ് ദേവി. യെസ്, വാട്ട്സ് ആൻസർ? ഇറ്റ്സ് നോട്ട് 1903, ഇറ്റ് ഈസ് 1904. നിങ്ങൾ ക്ലിയർ അല്ലേ? വെരി ഗുഡ്. യെസ്, ദാറ്റ് ഇസ് റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Find out the false statement. Cell of the tapetum possess dense cytoplasm and generally have more than one nucleus. കണ്ടുപിടിച്ചോ ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ അകത്തൊരു false statement ഉണ്ട്. ആ false statement കണ്ടുപിടിക്കണം. Second one. Pollen grains are generally spherical, measuring about 25 to 50 micrometer in diameter. Parthenium or carrot grass that came to India as a contaminant with imported wheat. Multicarpillary Apocarpus gynoecium present in a papaver. പറ, വാട്ട്സ് റോങ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എന്തോ ഒരു റോങ് ഉണ്ടല്ലോ. വാട്ട്സ് റോങ് മക്കളെ പറഞ്ഞേ? വാട്ട്സ് എ ഫോൾസ്? വാട്ട്സ് എ ഫോൾസ് ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വാട്ട്സ് എ ഫോൾസ്? യെസ്, വാട്ട് ഇസ് ആൻസർ? യെസ് ടീന, ലക്ഷ്മി, ഹുദ്ര. വാട്ട്സ് ആൻസർ? പപ്പാവർ അല്ല, പിന്നെയോ മൈക്കീലിയ. മൈക്കീലിയ ഈസ് ദ ആൻസർ. മൈക്കീലിയ ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. മൈക്കീലിയ. ദാറ്റ് ഇസ് എ റോങ്. ദാറ്റ് ഇസ് എ റോങ്, റൈറ്റ്? ആ പോയിന്റ്സ് എല്ലാം പഠിക്കുക. അത് ഡയഗ്രത്തിൽ മാത്രം കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അത് കണ്ടു. യെസ്, വാട്ട്സ് എ സ്റ്റേറ്റ്മെൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ് ഏഞ്ചൽ, യെസ് ജാസ്മിൻ, വെരി ഗുഡ്. Wind pollinated flowers often have single ovule in each ovary and numerous flowers packed into an inflorescence. Pollination by water is quite rare in flowering plants and is limited to about 60 genera, that is. Many recent studies have shown that filiform apparatus present at the micropellar part of the synergid guides the entry of the pollen tube. The central cell after triple fusion becomes the primary endosperm cell and develops into the endosperm while the zygote develops into an embryo. What is the wrong in this statement? That is wrong. What's wrong in this? What is the wrong? Yes, very good. Ellarum answer പറയുന്നുണ്ട്. Yes, Jubina, Malu, Uttara, yes, Jayashree, Nitya, Angel, yes, Huda, Elshuba, Malu. Very good. What's the answer? This one. What is the wrong in that statement? Yes, Angel, 30 and not 60. Very good. And what about the next question? Which of the following is wrong? നമ്മൾ ഇക്കോളജി പോർഷനിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ഏരിയയിൽ നിന്നും. Okay, Ram Dio Misra page edukka. Take that page. Ram Dio Misra is revered as the father of ecology in India, born on 26 August 1907. Misra paved the way for the establishment of the Ministry of Environment and Forest in 1984. Yes, kandupidichona answer. The salt concentration measured as salinity as in parts per thousand is less than 5 in land waters, 30 to 35 in the sea, and more than 100 in some hypersaline lagoons. Then 99% of animals, nearly plants, cannot maintain constant internal environment. What is the wrong? എന്തായാലും ഇവിടെ ഒരു wrong ഉണ്ട്. What's wrong? കണ്ടുപിടി. What's wrong? Yes, very good Nitya, Devi. നിങ്ങളിപ്പം ക്ലിയർ ആണ്. 1907 അല്ല, 1908. Very good dear children. Very good. നിങ്ങൾ അതിലേക്ക് വെത്തുക എന്നോ മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഇൻറ്റൻഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലൂടെ യുവർ ഷാർപ്നെസ് ഇംപ്രൂവ് ചെയ്യുക. വിച്ച് ഏരിയ യു ഹാവ് ടു ബി ഫോക്കസ്. And next one, select incorrect related to population interaction. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ. എന്തൊക്കെ ഏരിയ? മാച്ച് ദ കോളം, മിസ്മാച്ച് പെയർ, സ്റ്റേറ്റ്മെൻറ്റ്, സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. സെലക്ട് ഇൻകറക്റ്റ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. പറഞ്ഞു മക്കളെ. An orchid growing an epiphyte on mango branch is commensalism. Second, ആ എക്സാമ്പിൾ എല്ലാം പഠിച്ചോണം. വിച്ച് ആർ ദ എക്സാമ്പിൾ ഫോർ commensalism. വെരി ഇമ്പോർട്ടൻറ്റ്. അത് തന്നെ ക്വസ്റ്റ്യൻ ആണ്. Cascada growing on hedge plant is parasitism. പഠിച്ചോണം. And third one, the monarch butterfly is highly distasteful to the predator because of a special chemical present in its body. At the some shallow South African lake visiting flamingos and resident fish. What's wrong? Compete for their common food, the zooplankton in the lake. ഉറക്കെ വായിച്ച ഒരു പക്ഷേ ബയോളജിക്ക് നമുക്ക് തെറ്റത്തില്ല. നിങ്ങളൊന്ന് ലിപ്സൊക്കെ നനക്കി ഒന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബോധം പെട്ടെന്നുണ്ട്. ഇങ്ങനെ ഉറങ്ങി വായിച്ചു കഴിഞ്ഞാൽ അയ്യോ സ്റ്റേറ്റ്മെൻറ്റേ എന്ന് പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മക്കളെ അതാണ് കോമ്പീറ്റിംഗ് ഫാക്ടർ കേട്ടോ. ബയോളജി അത് കോമ്പീറ്റിംഗ് ഫാക്ടറാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് അത് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് എ വില്ലൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാം ക്ലിയറായി. ഞാൻ അറിയാതെ എൻ്റെ വായിന്ന് ആൻസർ പറഞ്ഞു. അമേരിക്കൻ, സൗത്ത് ആഫ്രിക്കൻ അല്ല, സൗത്ത് അമേരിക്കൻ ലേക്ക് വിസിറ്റിംഗ് ഫ്ലമിംഗോസ്. നിങ്ങൾക്കറിയാം. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ക്ലിയർ ആണ്. ദെൻ 2 more questions. പിക്ക് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാവരും ആക്റ്റീവ് ആക്കി തീരാൻ പോവാണ്. നമ്മുടെ ഓട്ടം, നമ്മുടെ മാരത്തോൺ അവസാനിച്ചു. നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൈപിടിച്ച് എക്സാം ഹാളിലേക്ക് വിടാൻ പോവാണ്. ഓക്കെ എൻ്റെ മക്കളെയെല്ലാം
We got the wrong statement. The annual net primary productivity of the whole biosphere is approximately 170 billion tons of organic matter. By the process of leaching, water-soluble inorganic nutrients go down into the soil horizon and get precipitated as unavailable salt. Decomposition is largely an oxygen-requiring process of the incident solar radiation, more than 50% of its photosynthetically active radiation. What is the wrong? You are active, yes, Liji, always. Very good, thank you. And നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ റോങ്? ഇതിനകത്തൊരു റോങ് ഉണ്ട് മക്കളെ. വാട്ട്സ് റോങ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്? പറഞ്ഞ ഏതാണ് റോങ്? പറഞ്ഞ മക്കളെ, വാട്ട്സ് റോങ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്? വെരി ഗുഡ് വിസ്മയ, മേഘ, വെരി ഗുഡ് ജുബിന, ആദിത്യ, വെരി ഗുഡ് ദേവി, എല്ലാവരുടെയും പേര് ഞാൻ കാണുന്നുണ്ട്. യെസ്, ഏഞ്ചൽ, വെരി ഗുഡ്. ലെസ് ദാനും പറഞ്ഞു കഴിഞ്ഞു, മോർ ദാൻ അല്ല, ലെസ് ദാൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മോർ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. വൺ മോർ ക്വസ്റ്റ്യൻ. Pick out the not true statement. Not true. Conventional plant breeding has been practiced for 1,000 years. Since the beginning of human civilization, recorded evidence of plant breeding dates back to 9,000 to 11,000 years ago. Agriculture accounts for approximately 33% of India's GDP and employs nearly 62% of population. എത്രയോ കണ്ണിങ് ആയിട്ടുള്ള. എന്തുകൊണ്ടാണ് NCERT ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഇതാണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊക്കെ തന്നെ. Because of these type of statements. Then during the period of 1960 to 2000, അതൊരു ക്വസ്റ്റ്യനാണ്, ഒരു തവണത്തെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. വീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ഫ്രം 11 million tons to 85 million. ഞാൻ അറിയാതെ ആൻസർ പറയും. Pusa comal is a variety of cowpea. What's wrong? What is wrong? ഈ വെറൈറ്റി എല്ലാം പഠിച്ചോണം. Pusa comal, bacterial blight disease. ഓക്കെ, Pusa sonnim, currant rye, white rust, അങ്ങനത്തെ എല്ലാ എക്സാമ്പിൾസും എല്ലാം പഠിച്ചോണം. യെസ്, പർബാനി, ക്രാന്തി, ഒക്ര, ബിന്ദി എല്ലാം പഠിച്ചോണം. ഓക്കെ, സ്ട്രാറ്റജീസ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. യെസ്, വെരി ഗുഡ് ദേവി, മാളു, യെസ്, അലീന, ആദി, വെരി ഗുഡ് ആവണി, റൂബ. യെസ്, ദിസ് വൺ വാട്ട് ഇസ് റോങ്? 75 ആവരുണ്ട് അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ വീറ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഉണ്ടോ? റോക്കറ്റ് വിട്ടു. ഫൈൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ എല്ലാവരും ആക്റ്റീവായിട്ട് ചെയ്തോ. Select which one is not correct. Alexander Fleming, while working on Staphylococcus bacteria, once observed a mole growing in one of his unwashed culture plate around which Staphylococcus could not grow. Yes, next one. Fleming, Chain and Florey were awarded the Nobel Prize in 1945 for the discovery of penicillin. The next one, statin produced by the yeast Monaskos purpureus have been commercialized as blood cholesterol lowering agent. ഇത് ഓരോന്നും ക്വസ്റ്റ്യനാ. Yes. BOD as a measure of organic matter present in the flocks. What is the not correct എന്നുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഒരെണ്ണം കറക്റ്റ് അല്ല എന്ന് ക്ലിയർ ആവും. ഓക്കെ, കറക്റ്റ് അല്ലാതെ കണ്ടുപിടിച്ച മക്കളെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിച്ച്. വെരി ഗുഡ്. ഓ, വണ്ടർഫുൾ. യെസ്, അലീന, ആഷ്ലി, വണ്ടർഫുൾ. ഗാഥ, ജയശ്രീ, ജുബിന, ആഷ്ലി, വെരി ഗുഡ്. മാളു, നിത്യ, യെസ് മക്കളെ കറക്റ്റാ, നിങ്ങൾ മിടുക്കരാ. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഐ എം വെരി ഹാപ്പി ബിക്കോസ് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഓക്കെയാണ്. ഇച്ചിരിയൊക്കെ ഉള്ളൂ, ഇച്ചിരിയൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതി. നമുക്ക് വേണ്ടോളം ദിവസങ്ങളുണ്ട്. യു ഹാവ് ഇനഫ് ടൈം ബിഫോർ എൻ്റർ ഇൻ ടു ദ എക്സാം ഹാൾ അല്ലേ? വാട്ട്സ് റോങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അതാരാ പറയാം? ആദ്യം പറയുന്ന ആരാ? ഗ്രേസ്, കറക്റ്റ്. സ്വർഗ, യെസ്. വിസ്മയ, മേഘ, ദേവി, ഗാഥ, വെരി ഗുഡ്. മാളു, യെസ്. വാട്ട്സ് റോങ്? പ്രസൻറ്റ് ഇൻ വാട്ടർ. യെസ്, ഏഞ്ചൽ, വെരി ഗുഡ്. നോട്ട് ഫ്ലോക്സ്, പ്രസൻറ്റ് ഇൻ വാട്ടർ. അപ്പോൾ മക്കളെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുക. നിങ്ങൾ ഇതുപോലെ കണ്ണിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. NCERT-ക്കകത്തുനിന്ന് ഇതുപോലെ കണ്ണിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം കേട്ടോ. നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് പഠിക്കണം. മീൻസ് NCERT ഇതുപോലെ നന്നായി വായിക്കണം. പിന്നെ പ്രത്യേകിച്ച് എക്സാം ഹാൾ അത് നിങ്ങളുടെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കുക. ദാറ്റ് മീൻസ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. യെസ്, ഐ ക്യാൻ ഡു ദിസ്. ഐ ആം ദ വിന്നർ. യെസ്, ഈ ദിവസങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എക്സാം ഹാളിൽ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾ നല്ലതായിട്ട് എക്സാം എഴുതുന്ന ഒരാളായിട്ട് ഇമാജിൻ ചെയ്യുക. എക്സാം ഹാളിൽ എന്ത് എഴുതണം? യെസ്, ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആകുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിങ്കിങ് അല്ലെ തോട്ട് പ്രൊവോക്ക് അല്ലെങ്കിൽ തോട്ട്സിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എങ്ങനെയൊക്കെയാണ് കൂടുതൽ ചെയ്യാം എന്നൊക്കെ കിട്ടിയില്ലേ? യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ളത് മാത്രമായിരുന്നു.
ഓക്കെ, അങ്ങനെ നിങ്ങൾ വന്നു, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ വളരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു ഓൾ മൈ ഡിയർ ചിൽഡ്രൻ. നിങ്ങളോടെല്ലാം പ്രത്യേക താങ്ക്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണ്, ഡോക്ടേഴ്സാണ്. വെരി ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ ഈ ഡിസ്കഷൻ. എനിക്കറിയാം, കാരണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ തെറ്റിക്കുന്നത്. എൻട്രൻസിൻ്റെ വില്ലനും ബയോളജിയുടെ വില്ലനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ഐ ക്യാൻ, യെസ് ഓഫ് കോഴ്സ് ലക്ഷ്മി. അപ്പോൾ എക്സാം ഈ ദിവസങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, യെസ്, നിങ്ങൾ എന്ത് ചിന്തിക്കണം? എനിക്ക് എക്സാം ഹാളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്ന് സ്വയം ആലോചിക്കണം. എക്സാമിന് ഏറ്റവും നന്നായിരുന്നു, ഒന്നും തെറ്റുന്നില്ല, എല്ലാം അടിപൊളിയായിട്ട് എഴുതുന്നു, ഒന്നും തെറ്റുന്നില്ല, ഹൈലി കോൺസെൻട്രേഷൻ ഉള്ള ഒരാൾ, അതാണ് നിങ്ങൾ. ഏറ്റവും മിടുക്കരായിട്ടുള്ള ഒരാൾ, അതാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനെ സ്മാർട്ടായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, മിടുക്കരായിട്ടിരിക്കുക. പ്രാർത്ഥനയിലുണ്ട്, പ്രാർത്ഥനയാണ് ഉള്ളത് കൂടെ, നിങ്ങളുടെ കൂടെ. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, മിടുക്കരായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ, എല്ലാവരുടെയും സ്നേഹത്തിനും ഒക്കെ താങ്ക് യു. നിങ്ങൾ മിടുക്കരായിട്ട് പഠിക്കുക, മിടുക്കരായിട്ട് ഇനിയുള്ള ദിവസം പ്രിപ്പയർ ചെയ്യുക. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് സ്റ്റേ ഫോക്കസ് ആൻഡ് നെവർ ഗീവ് അപ്പ്. If you want to become a doctor is your passion. അതിനുവേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പും യെസ് പാഷനാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും താങ്ക്സിനും സ്നേഹത്തിനും ഒക്കെ സന്തോഷം. താങ്ക് യു സോ മച്ച് കൃപ, മാളു, ഫാത്തിമ ആൻഡ് യെസ് ലിജി. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഡിയർ ചിൽഡ്രൻ. ടേക്ക് കെയർ. Okay, not by, it's high always. We are always high in touch. Okay, thank you so much. Thank you. God bless you all. All the best.